മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന് ഒരിക്കലും കൽപ്പനകളാൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് കൽപ്പനകളാൽ രക്ഷപ്പെടാൻ പറ്റില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൽപ്പനകൾ, ന്യായപ്രമാണം നല്ലതാണെങ്കിലും അതനുസരിക്കാനുള്ളൊരു ശരീരം നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ എന്ത് കൽപ്പനയും അനുസരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുവിധം നല്ല ക്രിസ്ത്യാനികളെല്ലാം പല പ്രാവശ്യം ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ട് തോറ്റവരാണ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ മനുഷ്യരാൽ സാധിക്കുന്ന വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും ഞാനിതൊക്കെ ചെയ്യുമെന്ന് മൂഢമായി നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കൊരിക്കലും നമ്മുടെ ജഡത്തിൽ, നമ്മുടെ തീരുമാനങ്ങളാൽ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയും അനുസരിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ കൽപ്പനകളെ മാറ്റിവെക്കുകയാണ്, അനുസരിക്കാതെ. അങ്ങനെയാണ് ഗിരിപ്രഭാഷണമൊക്കെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ സഭകൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഗിരിപ്രഭാഷണങ്ങൾ മാറ്റിവെച്ചു. കാരണം അത് നമുക്ക് അനുസരിക്കാൻ നിവൃത്തിയില്ല. നിൻ്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്നും, നിൻ്റെ ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക, പുതപ്പയോഗിക്കുന്നതിന് ഉടുപ്പ് കൊടുക്കുക, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ വഴിയിരിക്കുന്ന ഭിക്ഷക്കാരെ വിളിച്ച്, തിരിച്ചിങ്ങോട്ട് നന്ദി പറയാൻ പോലും പറ്റാത്ത ഭിക്ഷക്കാരെ വിളിച്ച് സദ്യ കൊടുക്കുക. ഇതെല്ലാം പറഞ്ഞ് ഒരു തരത്തിലും നമ്മൾ ആരും അനുസരിച്ചിട്ടില്ലാത്ത കുറേ കൽപ്പനകൾ. നമ്മൾ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഒരു മനുഷ്യനും അനുസരിച്ചിട്ടില്ല. ലോകത്തിൽ ക്രിസ്തു അല്ലാതെ വേറെ ആർക്കും അനുസരിക്കാൻ പറ്റാത്ത കൽപ്പനകൾ. പക്ഷെ നമ്മൾക്ക് രണ്ട് ഓപ്ഷനാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നു ദൈവം പറയുന്നതെല്ലാം നമുക്ക് അനുസരിക്കാൻ പറ്റും. വേറെ ചില ആൾക്കാർ ഒന്നും മിണ്ടുന്നില്ല, ഈ കൽപ്പനകളെല്ലാം മാറ്റി വെച്ചിട്ട് വേറെ പുതിയ കൽപ്പനകളെടുത്ത് നമ്മളങ്ങ് അനുസരിക്കുന്നു. ദൈവം ഒരിക്കലും പറയാത്ത എത്രയോ കൽപ്പനകൾ നമ്മൾ അനുസരിച്ച്, ക്രിസ്തു ഒരിക്കലും മിണ്ടാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് നമ്മൾ സ്വയം വിശുദ്ധരായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നോക്കിയാൽ നമ്മൾ വിചാരിക്കും അങ്ങനെ തന്നെയായിരുന്നു പരീശന്മാരുടെ പ്രശ്നം. പരീശന്മാർ ദൈവത്തിൻ്റെ കൽപ്പനകൾ നോക്കിയപ്പോൾ ഭയങ്കര വെയിറ്റാണ്. അതങ്ങ് മാറ്റി വെച്ചിട്ട് സ്വന്തമേ കുറേ കൽപ്പനകളുണ്ടാക്കി. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിച്ചു. ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള പരിജ്ഞാനം എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ സ്വന്തം നീതിയുടെ സ്ഥാപനം ആരംഭിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല സഭകളിലും സ്വയനീതി, സഭയുടെ നീതി, സ്വന്തം നീതി, യേശുക്രിസ്തു പറയാത്ത കാര്യങ്ങളാൽ സ്ഥാപിക്കപ്പെടുന്ന നീതി, ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാൽ സ്ഥാപിക്കപ്പെടുന്ന നീതി വളരെ ശക്തമാണ്. അത് വിശുദ്ധിയുടെ ഒരു അടയാളമായി പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, ആശുപത്രിയിൽ പോകരുതെന്ന് വിശ്വസിക്കുന്ന സഭകളുണ്ട്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ ഇക്കാലത്ത് ആശുപത്രിയിൽ പോയാൽ ഒരു ഡോറിൽ കൂടെ പോയി വേറെ ഏത് ഡോറിലൂടെ ഇറങ്ങി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് സേഫ് ടു കീപ്പ് അവേ ആസ് മച്ച് ആസ് പോസിബിൾ. പക്ഷേ അങ്ങനൊരു കൽപ്പനയില്ല. കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഊന്നുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ പ്രയാസമുണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അത് ചെയ്യാൻ ഇവർ പറയത്തില്ല. കാരണം അത് പാടാ, അതാ മരണത്തെക്കാളും പാടാ. ആശുപത്രി പോകാതെ ഞാൻ വേണേൽ മരിച്ചോളാം, പക്ഷേ ദൈവം പറഞ്ഞൊരു കൽപ്പന പോലും അനുസരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഇത് പലപ്പോഴും ഉള്ളൊരു പ്രതിസന്ധിയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള പ്രയാസം. കർത്താവ് ധനവാനായ മനുഷ്യനോട് പറഞ്ഞു, യങ് റിച്ച് റൂളറിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം? നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും. ഇത് നമുക്ക് ഈ തിയോളജിയന്മാരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അനുസരിക്കാതിരിക്കാം എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. വ്യാഖ്യാതാക്കൾ അതിനു വേണ്ടിയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. ഇതെങ്ങനെ വ്യാഖ്യാനിച്ചേക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടു. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. യെരുശലേം ദേവാലയത്തിന് മുമ്പിൽ കർത്താവ് പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴലിലൂടെ കിടക്കുന്നതിനേക്കാളും പ്രയാസമാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കാൻ. അപ്പോൾ വ്യാഖ്യാതാക്കൾ കണ്ടുപിടിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിൽ സൂചിക്കുഴ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ഒട്ടകങ്ങൾക്ക് കയറണമെങ്കിൽ അതിൻ്റെ ലോഡെല്ലാം എടുത്ത് മാറ്റിയിട്ട് പ്രത്യേക സ്കില്ലുള്ളവർക്ക് മാത്രമേ ഒട്ടകത്തെ അതിലേക്ക് കടത്താൻ പറ്റുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ധനവാന്മാരെ കയറ്റാവുന്ന രീതിയിൽ നമ്മളതിൻ്റെ കീ ഹോൾ വലുതാക്കി. പക്ഷെ ബൈബിളിൽ അതാണോ ഉദ്ദേശിച്ചത്? അല്ല. ഈ സൂചിക്കുഴ എന്ന് പേരുള്ള വാതിലൊക്കെ പുതിയ വ്യാഖ്യാതാക്കൾ കണ്ടുപിടിച്ചതാണ്. അങ്ങനൊരു സാധനമേ അവിടെയെങ്ങും ഇല്ല. എങ്ങനെ അനുസരിക്കാതിരിക്കാം? പക്ഷേ അനുസരിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇനി അനുസരിച്ചാൽ അത് മഹാപ്രശ്നമായി മാറും എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ കാര്യം. കാരണം സ്വയനീതിയിൽ നമ്മൾ എന്തനുസരിച്ചാലും അത് നമുക്കൊരു കെണിയായിട്ടാണ് വരുന്നത്. ഉദാഹരണത്തിന് സ്വത്തെല്ലാം വിറ്റ് കൊടുത്തെന്ന് വിചാരിച്ചോ, പിന്നെ അവൻ പ്രസംഗിക്കുന്ന മുഴുവൻ അതായിരിക്കും, അല്ലേ? ഒരു സൽപ്രവൃത്തി ചെയ്താൽ പിന്നെ അതിൻ്റെ ട്രംപറ്റ് അടി തീരെയല്ല. അവൻ മാത്രമല്ല, അവൻ മാക്സിമം ആൾക്കാരെ കൊണ്ട് ട്രംപറ്റ് അടിപ്പിക്കും.
ഇത് ഓരോ സൽപ്രവൃത്തിയും നമ്മളെ അഹങ്കാരികളാക്കിയാണ് മാറ്റുന്നത്. നിങ്ങൾ നോക്കിക്കേ, സൽപ്രവൃത്തികളാൽ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഓരോ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോഴും അതനുസരിക്കാത്തവരോടുള്ള പുച്ഛമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അവരെക്കാൾ ഭേദമാണ് ഞാൻ എന്ന പരീശത്വമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കൽപ്പനകളാൽ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് കർത്താവ് പറഞ്ഞത്. അന്ന് കർത്താവ് വരുമ്പോൾ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, 2 തരം ജനങ്ങളെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നീതിമാന്മാരെന്ന് വിചാരിച്ചവരും, മറ്റൊന്ന് പാപികളെന്ന് തിരിച്ചറിഞ്ഞവരും. 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാന്മാരായിരുന്നില്ല. നീതി പ്രവൃത്തികൾ ചെയ്തവരെല്ലാം സ്വയനീതിക്കാരായി അവർ മറ്റു സഭക്കാരെ നോക്കി പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്ന പോലെയൊന്നും ചെയ്യാത്തവർ, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തരായവർ, അവർ ദൈവത്തിന് വെളിയിലുള്ളവർ, ഞങ്ങളകത്തുള്ളവർ. പക്ഷേ ഞങ്ങളകത്തുള്ളവർ എന്ന് പറയുമ്പോഴും നമ്മളൊരു കൽപ്പനയും അനുസരിച്ചിട്ടില്ല. നമ്മൾ അവൻ്റെ മുൻപിൽ അനുസരിക്കുന്നതായി അഭിനയിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സ്ഥാപിച്ച നീതികൾ വെച്ച് എന്തൊക്കെയോ അനുസരിച്ചിട്ട് ദൈവത്തോട് അതിൻ്റെ പേരിൽ വിലപേശിയിട്ടേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് ഞാൻ വിശ്വാസത്തിലല്ലേ ദൈവമേ, നീ അവനെ അനുഗ്രഹിച്ച പോലെ എന്നെ അനുഗ്രഹിക്കാത്തെന്ന് ചോദിക്കുന്ന വിലപേശലുകളെ നമ്മൾ നടത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാ പ്രശ്നം റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വളരെ പ്രധാനമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. റോമാലേഖനം 7-ഉം 8-ഉം. 7-ാം അധ്യായം ഒരു ഞരക്കത്തിൻ്റെ അധ്യായമാണ്. 7-ാം അധ്യായത്തെക്കുറിച്ച് പലരും പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് വിശദമായ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വേറെ ഉണ്ട്. ഞാൻ തന്നെ നേരത്തെ അങ്ങനെ റെക്കോർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത് വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പൗലോസ് പറയുന്നത് പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ വിചാരിക്കുന്നത് പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രമാണ് അത്. വേറെ ചിലർ പറയുന്നത് പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷവും പാപത്തോടുള്ള യുദ്ധം തുടർന്നു, അതുകൊണ്ടാണ്. എന്നാൽ അത് രണ്ടുമല്ല. അത് ശരിക്കും നിയമം കൊണ്ട് എന്തുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. 7-ാം അധ്യായം മുഴുവൻ പറയുന്നത് വൈ ദ ലോ കനോട്ട് സേവ് അസ്. അതിൻ്റെ കാരണം, നിയമം നല്ലതാണ്, ദൈവം കൊടുത്തതാണ്, പക്ഷേ നിയമം അനുസരിക്കാനുള്ള ശരീരം നമുക്കില്ല. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്ന കമാൻഡ് അനുസരിക്കാൻ എനിക്ക് വശമില്ല. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലൂ കൂടിയാണ്. ഒന്നും പഠിക്കാത്തൊരു കുട്ടി ഒരു ക്ലാസ് റൂമിലുണ്ടെന്ന് വിചാരിച്ചോ. അവൻ എഴുതാനും അറിയില്ല, ശരിക്കും വായിക്കാനും അറിയില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. എക്സാമിനേഷനായി എങ്ങനെ എന്തെഴുതിയാൽ അവന് 0 കൂടുതൽ ഒന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഓക്കെ, ഈ 0 മാത്രം കിട്ടുന്ന ഒരു കുട്ടി എക്സാം എഴുതാം. അവനൊന്നും അറിയത്തില്ല, അവൻ എഴുതാനും അറിയില്ല, അവൻ എഴുതിയാൽ ആർക്കും വായിക്കാനും പറ്റില്ല. അങ്ങനെയാണ് ദൈവത്തിന് മുമ്പിൽ നമ്മുടെ അവസ്ഥ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു 32 മാർക്ക് നമുക്ക് കിട്ടും ഓൾറെഡി. കാരണം സ്നാനപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഷേവ് ചെയ്ത് കുമ്പളങ്ങ മുഖമാക്കിയിട്ടുണ്ട്, പിന്നെ ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇടുന്നത്, പിന്നെ ആഭരണമൊക്കെ ഊരിയിട്ടുണ്ട്. ഇതൊന്നും മറ്റവരാരും ചെയ്തിട്ടില്ല. അപ്പം ഏതായാലും 32 മാർക്ക് ഞാൻ അങ്ങനെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മാർക്കും കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ പോകുന്നൊരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുക. ആ 3 മാർക്ക് കൂടെ ശരിയാക്കിയിട്ട് വേണം പോകാൻ. അതെന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. രാവിലെ കുറച്ചുകൂടെ ഇരുന്നിട്ട് ബൈബിൾ വായിച്ചും കുറച്ചുകൂടെ പ്രാർത്ഥിച്ചും അല്ലേ, കുറച്ചുകൂടെ നല്ലപോലെ ഈ വഴക്കൊന്നും ഉണ്ടാക്കാതെ ദേഷ്യപ്പെടാതെ ഇത്തിരി ശാന്തമായിട്ട് പെരുമാറിയൊക്കെ നമുക്കതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി 3 മാർക്കെന്നാണ് നമ്മുടെ ചിന്ത. അതെന്ന് വരും എന്ന് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് കുറേ വർഷമായിട്ടും ഈ 3 മാർക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് ഒരിടത്ത് ശരിയാകുമ്പോൾ വേറെ എവിടെയെങ്കിലും പൊട്ടും. ഇതാണ് നമ്മുടെ സ്ഥിതി. എന്നിട്ട് പ്രവാചകന്മാർ എന്നിട്ട് പറയും, വിടേണ്ടതിനെ വിട്, ചേരേണ്ടടുത്ത് ചേര്, അത് ഇത് നീ രക്ഷപ്പെടും. ഇതെല്ലാം കൊണ്ട് എത്തിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് എന്തൊക്കെയോ മാർക്ക്, നീ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് കരയുന്ന ഞാൻ കണ്ടു, അത് ചെയ്ത് നീ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ദൈവം ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് മാർക്കിട്ട് വെച്ചിരിക്കുമെന്ന്. പക്ഷെ അവസാനം പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുമ്പോഴാണ്, നിയമം വെച്ചിട്ട് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവത്തെ സ്നേഹിച്ചതും അടുത്തിരുന്നവനെ സ്നേഹിച്ചതും വെച്ചാൽ മാർക്ക്. അവിടെ എല്ലാത്തിനകത്ത് 0 എന്നുള്ള കാര്യം നമ്മൾ അന്നേരം മനസ്സിലാകുന്നത്. അയ്യോ കർത്താവേ എന്നല്ലാതെ ഒരു പ്രതികരണവും ദൈവത്തെ കണ്ടിട്ടുള്ള ആർക്കും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവത്തെ കണ്ടിട്ടുള്ള പത്രോസ് ഒരു തീരുമാനം എടുത്തുകൊണ്ടല്ല പോയത്, എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് പോയത്. കാരണം കർത്താവിന് അടുത്തോട്ട് ചെല്ലുന്തോറും ആ പാപത്തിൻ്റെ, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ തെളിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് വളരെ ആഴമായൊരു അറിവുണ്ടെന്നുള്ളതാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ ദൈവത്തെ അല്ല കണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ഒരു പ്രതിപുരുഷനെ, ഒരു കണ്ണാടിയിലുള്ളൊരു സൂപ്പർമാനെ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അതേ ആഗ്രഹങ്ങളുള്ള, നിങ്ങളുടെ അയൽവക്കക്കാരെ നിങ്ങൾ കാണുന്ന അതേ കണ്ണോടെ നോക്കുന്ന,
നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അതേ സ്വപ്നങ്ങളുള്ള, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ വിഷയങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, നിങ്ങളുടെ അതേ സ്വഭാവമുള്ള, എന്നാൽ നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാളെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കണ്ടെത്തുന്ന ദൈവം മിക്കവാറും നമ്മൾ തന്നെയാണ്. ദൈവത്തെ വെളിപ്പെടുത്താനോ ദൈവത്തെ അന്വേഷിക്കുവാനോ നമുക്ക് ബുദ്ധി കൊണ്ട് സാധിക്കില്ല, നമ്മുടെ വികാരങ്ങൾ കൊണ്ട് സാധിക്കില്ല, നമ്മുടെ അന്വേഷണങ്ങൾ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, നീതിമാൻ ആരുമില്ല. നിയമമുണ്ട്, പക്ഷെ നീതിമാൻ ആരുമില്ല. അപ്പോൾ രക്ഷയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മുടെ കഴിവിനാൽ സാധിക്കില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ അത് നടക്കില്ല. നമ്മുടെ ശരീരം ഇൻകേപ്പബിളാണ്, അത് റെൻഡർ ചെയ്യാൻ പറ്റില്ല. ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ ബലഹീനരാണ്. ബലഹീനരായ മനുഷ്യരെ അന്വേഷിച്ച് വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ബലഹീനരായ മനുഷ്യരെ, പാപബോധമുള്ള മനുഷ്യരെ. നമ്മൾ പത്രോസിൻ്റെ മീൻപിടുത്തത്തിൻ്റെ പ്രസംഗം എങ്ങനെ പോകുന്നതെന്നറിയാം? മിക്കവാറും പത്രോസിൻ്റെ മീൻപിടുത്തത്തിൻ്റെ പ്രസംഗം പോകുന്നത് രാത്രി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞൊരു മീനും കിട്ടിയില്ല. പിറ്റേ ദിവസം കർത്താവിൻ്റെ പടകിൽ വന്നു, ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞു. ഭയങ്കര പെരുത്ത മീൻകൂട്ടം അവൻ്റെ വലയിൽ കയറി. അതുകൊണ്ട് നിങ്ങളുടെ പടകിലും യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ മീൻപിടുത്തം. അതാണ് നമ്മുടെ പ്രസംഗം. നമ്മൾ കർത്താവിനോട് പറയുകയും ചെയ്തേനെ, നാളെ മരണേ കർത്താവേ, ഞാൻ ഇതുവരെ മീൻ പിടിച്ചിട്ട് ശരിയായില്ല, ഇപ്പം നീ വന്നപ്പോഴാണ് കറക്റ്റായത്. എൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് നാശമായിരിക്കുമായിരുന്നു. കർത്താവേ, നീ എൻ്റെ ബിസിനസ്സിലേക്ക് എപ്പോൾ ഇറങ്ങി വന്നോ അന്ന് തൊട്ട് പൈസ കിട്ടി തുടങ്ങി. മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന സുവിശേഷം അതാണ്, നീയൊക്കെ ഗതി പിടിക്കാൻ നടക്കുന്നു, യേശു നിൻ്റെ പടകിലില്ലാത്തതുകൊണ്ടാണ്. ഇതിലപ്പുറം ഒരു സുവിശേഷം ഒന്നും നാട്ടുകാരോട് പറയുന്നില്ല നമ്മൾ. പക്ഷെ അവിടെ ദൈവത്തെ നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇയ്യോബായാലും പിശാച് പോലും ഒരു കുറ്റം കണ്ടെത്താത്ത, പിശാച് നോക്കിയിട്ട് പോലും, സാത്താൻ നോക്കിയിട്ട് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇയ്യോബും ദൈവത്തെ കണ്ടപ്പോൾ വിറച്ചുപോയി. ദൈവത്തെ നോക്കിയിട്ട് പറയും, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം വളരെ നാളുകളും ഈ ദൈവത്തിൻ്റെ മഹത്വം അറിയാതെയാണ് ജീവിച്ചത്. എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ മഹത്വം എന്താണ്. ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള കേൾവികളായിരുന്നു. അവൻ വായിച്ചത്, അവൻ എഴുതിയത്, ആ കമൻട്രി, ഈ കമൻട്രി, ഇത് വായിച്ച് പ്രസംഗങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഞാൻ കേൾവിയിൽ ജീവിച്ചിരുന്നു. പക്ഷേ ദൈവത്തെ ഒരു നാൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കുഴിയിലാണ്. രക്ഷകൻ എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങും എത്തില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അവിടെ ഈ സീറോ കിട്ടിയ കുട്ടിയെ പോലെ ഒന്നും കൗണ്ട് ചെയ്യാനില്ലാത്തവനായ ഒരു ദിവസം ഞാൻ ദൈവത്തിന് മുമ്പിൽ നിന്നു. കർത്താവെ, ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും മാംസവും ജീവൻ ഉണ്ടാക്കാൻ കഴിയാത്തതുമാണ്. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇപ്പോൾ സീറോ ആയി. നമുക്ക് എപ്പോൾ സീറോ ആകുന്നോ അപ്പം മാത്രമേ നമുക്കൊരു പകരക്കാരനെ ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത്. കുറച്ച് ദേഷ്യം ഉണ്ട് എനിക്ക്, ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ 2 ദിവസം ഉപവാസം അതും ശരിയാവുമായിരിക്കും. ഇനി ഞാൻ മേലെ എൻ്റെ പിള്ളേരോട് ദേഷ്യപ്പെടില്ല. എത്ര ദിവസത്തേക്കാണ് സഹോദരങ്ങളെ? 1-2 ദിവസത്തേക്ക്. പത്രോസ് അങ്ങനെ ഒരു ഉഗ്രൻ തീരുമാനം എടുത്ത ആളാണ്. നീ മരിക്കുവാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ മരിക്കും, നീ തടവിൽ പോകുവാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ തടവിൽ പോകും. പക്ഷെ എത്ര നേരം ഉണ്ടായിരുന്നു? കർത്താവ് പറഞ്ഞ്, നേരം വെളുക്കുന്ന പോലെ പിടിച്ച് നിൽക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിയത്തില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറഞ്ഞിരിക്കും. കോഴി കൂവാന്ന് ഉദ്ദേശിക്കുന്നതാ. ഒരു 6 മണിക്കൂർ നിനക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഈ തീരുമാനം. കാരണം അത്ര ഭയങ്കരമായ ശോധനകളാണ് അവൻ്റെ മുമ്പിലുള്ളത്. അവൻ വിചാരിച്ചിരിക്കുന്ന അവന് 35 മാർക്കും കിട്ടിയവനാണ്, ജയിക്കാനുള്ളത് മുഴുവൻ. പക്ഷേ ഒറ്റ ചെറിയ പരീക്ഷണത്തിൽ അവൻ മനസ്സിലായി, 0യിൽ കൂടുതൽ ഒന്നും സ്കോർ ചെയ്യാൻ എത്ര വലിയ വീരനും സാധിക്കില്ല എന്നുള്ള കാര്യം. എന്തെല്ലാം ചെയ്താലും സാധിക്കില്ല എന്നുള്ള കാര്യം. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഈ 0 സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്. അത് വന്നവർക്കേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാവുള്ളൂ. അവിടെ എത്തി കർത്താവെ ഞാൻ വളരെയധികം ആളുകളെ വിധിക്കുന്ന ഒരാളായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റർക്ക് എന്നെ അറിയാവുന്ന ചേസ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. എവിടെയെങ്കിലും തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുകയും ഉടക്കുകയും അത് ശരിയാണോ അന്വേഷിക്കുകയും അതിൻ്റെ അപ്പുറം കണ്ടിട്ട് അടങ്ങുകയും ചെയ്യുന്നതാണ് ഞാൻ. കാരണം പഠിത്തം നിർത്തിപ്പോയ പിള്ളേർ ഞങ്ങളുടെ ബൈബിൾ കോളേജ് വരെയുണ്ട്. എന്തെങ്കിലും കേസ് കാണും, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യും. പിന്നെ മനസ്സിലായത് ഇവന്മാരെക്കാൾ എല്ലാം മോശം ഞാനായിരുന്നു എന്നുള്ള കാര്യം. ആ ഒരു റിയലൈസേഷനിൽ വന്നു കഴിഞ്ഞപ്പം 0 ഞാൻ തന്നെയാണ്. കർത്താവ് എന്നോട് കാണിച്ച കൃപയാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവൻ്റെ സന്നിധിയിൽ ഞാനൊരു ദുഷ്ടമൃഗത്തെ പോലെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പാപം എത്ര ഗൗരവമുള്ളതാണ്, വിധിക്കുന്ന പാപം, പരീശൻ്റെ പാപം എത്ര ഗൗരവമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഈ 0 മാർക്ക് കിട്ടിയവന് കിട്ടുന്ന ഒരു സദ്വാർത്തയാണ് സുവിശേഷം. അവൻ എന്ത് നല്ല വാർത്തയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? എക്സാം ഈസ് അപ്രോച്ചിങ്, അല്ലേ? എക്സാം അടുത്ത് വരുമ്പം 0 മാർക്ക് കിട്ടാൻ മാത്രം വകുപ്പുള്ള ഒരു 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 കുട്ടിക്ക് എന്ത് നല്ല വാർത്തയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു ടീച്ചറാണെന്ന് സങ്കല്പിച്ചോ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. എന്തെഴുതിയാലും ഒന്നും വായിക്കാൻ പറ്റാത്ത ഒരു പേപ്പർ, അവൻ എപ്പോഴും അതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് 35 മാർക്ക് കിട്ടിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു സദ്വാർത്ത, ഒരു നല്ല വാർത്ത, ഒരു സുവിശേഷം അവനോട് പറയാൻ പറ്റുമോ? ഞാനിതൊരു ചെറിയ ഡ്രാമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാം. ആ ടീച്ചർ വന്ന് അവനോട് ഇങ്ങനെ പറയാം, മോനെ,
നിനക്കൊരു നല്ല വാർത്ത ഞാൻ പറയാം. എന്താ ടീച്ചർ? ഈ പ്രാവശ്യം എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഇടുന്നത് ഞാനാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞു, ടീച്ചറെ ഒരു 35 മാർക്ക് ഇടാനുള്ള ക്വസ്റ്റ്യൻ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ എഴുതിക്കോളാം. ടീച്ചർ പറഞ്ഞു, 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നിൻ്റെ തന്നാലും നിനക്കൊന്നും എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് ചോദ്യങ്ങളൊക്കെ ഓൾറെഡി അറിയാം. സ്നേഹിക്കണം എന്നറിയാം, ക്ഷമിക്കണം എന്നറിയാം, കരുണ കാണിക്കണം എന്നറിയാം, 2 ഉടുപ്പുള്ളവന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നറിയാം. ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ, എഴുതാൻ അറിയത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2000 വർഷം മുമ്പിട്ട് കിട്ടിയതാണ്, കയ്യിലിരിപ്പുണ്ട് താനും. പക്ഷേ ഇത് പ്രസംഗിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നതും പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യകാലത്ത്. ഈ പ്രസംഗകരുടെ ഏറ്റവും വലിയ പ്രശ്നം ബൈബിൾ വായിക്കുന്ന പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി പ്രസംഗത്തിൽ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ച് വെക്കാം. പക്ഷേ പ്രസംഗത്തിൽ പറയേണ്ട ഒരു വചനം പോലും ദൈവം എനിക്ക് തന്നില്ല, എന്നോടുള്ളത് മാത്രമേ തന്നുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ കൽപ്പനകൾ അറിഞ്ഞിരുന്നാൽ മതി, നമ്മൾ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് നമ്മുടെ പഠനം. രാവിലെ അപ്പൻ മോനോട് പറയാണ്, മോനെ നീ പോയി പാൽ മേടിച്ചുകൊണ്ട് വാ. അപ്പം അവൻ പോയില്ല. കുറേ നേരം കഴിഞ്ഞൊരു 11 മണിയാകുമ്പോൾ പിന്നെയും വന്നു. അപ്പം ഇനി എന്താ പറയാനുള്ളത്? പറഞ്ഞു, നീ രാവിലെ പാൽ മേടിക്കാൻ പോയോ? ഇല്ല. പിന്നെ എന്തിനാ പിന്നെയും വന്ന്? അപ്പൻ എന്തെല്ലാം പറയും എന്നറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നീ രാവിലെ പോയിട്ടാണെങ്കിൽ അപ്പന് പിന്നെയും പറഞ്ഞു തരാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ പോകാൻ നമുക്ക് പറ്റത്തുമില്ല, ഒന്നും അനുസരിക്കാനും നമുക്ക് സാധിക്കത്തില്ല, സീറോയാണ്. അതാണ് അവസ്ഥ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം മുമ്പിലുണ്ട്, കൽപ്പനകളെല്ലാം മുമ്പിലുണ്ട്, പക്ഷെ ഒന്നും അനുസരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ കർത്താവ് അല്ല, ഈ അടുത്ത നല്ല വാർത്ത, ഈ പ്രാവശ്യം നിൻ്റെ എക്സാമിനേഷൻ്റെ പേപ്പർ നോക്കുന്നത് ഞാനാ. ഓ, അത് കൊള്ളാം. അപ്പോൾ എവിടെയെങ്കിലും മാർക്ക് വാരിക്കോരിയിട്ട് എങ്ങനെയെങ്കിലും 35 കൊടുക്കാം. അപ്പം ടീച്ചർ പറഞ്ഞു, അത് നടക്കില്ല മോനെ, കാരണം നിൻ്റെ പേപ്പർ വേറെ ആരെങ്കിലും നോക്കിയാൽ എൻ്റെ ജോലി പോകും, അതുകൊണ്ട് ആ പണി നടക്കത്തില്ല. പിന്നെ എന്ത് സദ്വാർത്ഥം ഇവന് കൊടുക്കാൻ പറ്റുമെന്നറിയാം? പറയാം, ഇവനൊന്നും എഴുതാൻ വയ്യാത്തവനായതുകൊണ്ട് ടീച്ചർമാർക്കാണെങ്കിൽ അറിയാം, ഇവൻ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, ലേണിംഗ് ഡിസോർഡർ. അങ്ങനെയുള്ളവരെ ഒരു സ്ക്രൈബ് വെച്ച് എക്സാമിന് എഴുതിപ്പിക്കാം. സ്ക്രൈബ് എന്ന് പറയുന്നത് സാധാരണ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളൊന്നും ആയിരിക്കില്ല, ഈ വിഷയങ്ങളൊന്നും അറിയാത്ത ഒരാളായിരിക്കും. ഇവൻ പറഞ്ഞു കൊടുക്കും, അവൻ എഴുതും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിനക്കൊരു സ്ക്രൈബിനെ വെക്കാനുള്ള റൂളുണ്ട്. അപ്പം പറയും, അതുകൊണ്ട് എന്താ പ്രയോജനം? എനിക്കൊരു വകை അറിയാൻ മേല പറഞ്ഞു കൊടുക്കാനും. അവൻ തന്നെ എക്സാം എഴുതാൻ അനുവദിക്കില്ലോ, പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ നിൻ്റെ സ്ക്രൈബ് ഞാനാ. എത്ര മാർക്ക് കിട്ടും അവന്? എത്ര മാർക്ക് കിട്ടും? ഇങ്ങനെ നമുക്ക് പകരം വേറൊരാൾ നമ്മുടെ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനുണ്ട് നമ്മുടെ കൂടെ. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ ക്വസ്റ്റിനും ഞാനല്ല ക്രിസ്തു അത്രേ എന്ന പകരക്കാരൻ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പാപത്തെ ജയിക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് നോട്ട് വിത്ത് അവർ ബോഡി ബട്ട് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിൽ, അവൻ്റെ ജീവനിലാണ് ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻ ഇരിക്കുന്നത്. സോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ പകരക്കാരൻ, അതാണ് അവിടുത്തെ മഹാപുരോഹിതൻ എന്ന എബ്രായ ലേഖനത്തിൽ പറയുന്ന മഹാപുരോഹിതൻ. ഹി ബിക്കെയിം മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എവറിത്തിങ്, ഇൻ ഒബീഡിയൻസ്. അവൻ അനുസരണത്തിലും മഹാപുരോഹിതൻ. നമുക്കറിയാം, നമ്മുടെ ഓരോരോ പള്ളികൾ, പണ്ട് യാക്കോബയിൽ നിന്നും കത്തോലിക്ക എന്നൊക്കെ വന്ന ആൾക്കാർ ഇതിനിടയിൽ കാണുമല്ലോ. അവരുടെ പള്ളികളിൽ, ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ പള്ളികളിലെ അച്ഛന്മാർ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? വേറൊരാളുടെ പ്രതിനിധിയായിട്ടാണ്, അല്ലേ? അച്ഛന്മാർ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന മുഴുവൻ ജനത്തിനു വേണ്ടിയാണ് ആ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ ഈ അച്ഛൻ ആരുടെ പ്രതിനിധിയാണ്? ഈ ജനത്തിൻ്റെ മുഴുവൻ. ആ യേശു ഇവിടെ വന്ന് അനുസരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുമ്പോഴെല്ലാം അവൻ ആരുടെ പ്രതിനിധിയായിരുന്നു? നമ്മുടെ പ്രതിനിധിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ പ്രാതിനിധ്യം വഹിക്കുന്ന പൗരോഹിത്യമാണ് നമ്മളെ രക്ഷിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വളരെ പ്രസക്തമാണ്. നമ്മൾ രാവിലെ കണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യേശു ദൈവമാണെങ്കിൽ മാത്രമേ നമുക്ക് അവനെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷയുടെ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്താണെന്നറിയോ? അവസാന കാലത്ത് കൃപയുടെ മഹത്വം വെളിപ്പെടുമ്പോൾ ദൂതന്മാരും രക്ഷിക്കപ്പെട്ടവരും എല്ലാവരും കുഞ്ഞാടിൻ്റെ മുൻപിൽ വണങ്ങി അവൻ മഹത്വവും ബലവും ബഹുമാനവും സ്തുതിയും സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് ആർത്തു വിളിക്കുന്ന ഒരു ആരാധനയുടെ ദിവസമുണ്ട്. അന്ന് ആരാധന സ്വീകരിക്കുന്ന ഈ കുഞ്ഞാടാ. അതിനർത്ഥം എന്താ? അവൻ ആരാധന സ്വീകരിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ ദൈവമാണ് എന്ന് തന്നെയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുത് എന്നുള്ളത് വേദപുസ്തകത്തിലെ കമാൻഡ്മെൻ്റാണ്. അതിനെതിരെ ഒരു പാപം ചെയ്യിപ്പിക്കാനല്ല ദൈവം നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ദൈവത്തിന് മുൻപിലല്ലാതെ ആരുടെ മുൻപിലും മുട്ടുകുത്തുകയോ വണങ്ങുകയോ ചെയ്യുകയില്ല. അത് വെളിപ്പാട് പുസ്തകത്തിലായാലും രക്ഷയുടെ ക്ലൈമാക്സിൻ്റെ സമയത്തായാലും എവിടെയായാലും നാം വണങ്ങുന്ന കർത്താവ് ദൈവം തന്നെയാണ്. അവന് നമ്മുടെ ആരാധന സ്വീകരിക്കാൻ യോഗ്യതയുണ്ട്. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അത് സ്വീകരിച്ചില്ല. പക്ഷേ പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ തോമസ് അവനോട് എൻ്റെ ദൈവവും എൻ്റെ കർത്താവും
ആ യുള്ളോവേ എന്ന് പറഞ്ഞപ്പോൾ അവൻ എതിർത്തില്ല, അവനത് സ്വീകരിച്ചു. ആരാധന സ്വീകരിക്കാൻ അവൻ്റെ ഗ്ലോറിയിലേക്ക് അവന് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുവരെയും അവനത് സ്വീകരിച്ചില്ല. കാരണം ആ 3.5 വർഷക്കാലം ക്രൂശിൽ മരിച്ച് അവൻ പുനരുത്ഥാനം ചെയ്യുന്നത് വരെ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കെ തന്നെ അവൻ്റെ ആ മനുഷ്യത്വത്തിൽ അവൻ നമുക്ക് പകരക്കാരനായി. അതേ സമയത്ത് തന്നെ അവൻ ദൈവവും ആയിരുന്നു. ഹി കമാൻഡ്സ് ആൻഡ് ഹി ഡിസേർവ്സ് അവർ വർഷിപ്പ്. നമ്മുടെ ആരാധന അവൻ അർഹിക്കുന്നു, അത് നമ്മളോട് അവൻ ആവശ്യപ്പെടുന്നു. കാരണം അവന് മാത്രമേ അത് സ്വീകരിക്കാൻ യോഗ്യതയുള്ളൂ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അവൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് നമുക്ക് ബാധ്യതയില്ല. കാരണം വേറെ സാക്ഷികളില്ല, യേശുക്രിസ്തു മാത്രം. പഴയ നിയമത്തിലെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പലവിധ സാക്ഷികളാൽ ഭാഗമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കണ്ട ശിഷ്യന്മാർ ആ ഒറ്റ വെളിപ്പാട് നോക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമം അങ്ങനെയല്ല. പഴയ നിയമം തലമുറകളായി വെളിപ്പെട്ട് ഭാഗമായി വെളിപ്പെട്ട് വന്നതിൻ്റെ വർഷങ്ങളായുള്ള ശേഖരമാണ് പഴയ നിയമം. അതിൽ ആദമിനോട് സംസാരിച്ചത് തൊട്ട് മലാഖിയോട് സംസാരിച്ചത് വരെ ഉണ്ട്. അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമാണ്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ റെവലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെൻറ്റേഡ് ഓൺ വൺ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. അവനെ കണ്ടവർ, അവനെ അറിഞ്ഞവർ, അവനെ അനുഭവിച്ചവർ. അതല്ലാതെ ആരും പുതിയ നിയമത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. അവൻ്റെ ജീവനിൽ നിന്ന് വന്നത് മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. അതുകൊണ്ട് അവൻ ദൈവമല്ലെങ്കിൽ വേറെ ആരെങ്കിലും, നമുക്കറിയാം ഹൗ ഡിഫറെൻറ്റ് ഹീസ് ഫ്രം ഓൾ അതർ റിലീജിയൻസ്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളിൽ നിന്നും, ഈവൻ പഴയ നിയമത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണുന്ന നോട്ടത്തിൽ നിന്നും എല്ലാം കർത്താവ് എത്രയോ വ്യത്യസ്തനാണെന്ന് നമുക്കറിയാം, അല്ലേ? പഴയ നിയമം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിലുള്ളതെന്ന് തോന്നുന്നു. അത്ര വ്യത്യാസം നമുക്കിത് വായിച്ച് നോക്കുമ്പോൾ ആദ്യം തോന്നുന്നത്. പക്ഷേ സത്യത്തിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഇത്രയും വ്യത്യസ്തമായൊരു കാര്യം പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നതിന് കാരണം, ആത്മാവ് നമ്മുടെ ഉള്ളിൽ അത് വിശ്വസിപ്പിക്കുന്നതിന് കാരണം അവൻ ദൈവമാണ്, അവൻ മാറ്റമില്ലാത്തവനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ദൂതനാണ് വന്ന് പറഞ്ഞതെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല. ഒരു സൃഷ്ടിയാണ് വന്ന് പറഞ്ഞതെങ്കിൽ ഒരു സൃഷ്ടിയും തൃക്കണ്ണിന് നിർമ്മലമല്ല. സ്വർഗം പോലും അവൻ്റെ കണ്ണിന് നിർമ്മലമല്ല. അവരിവിടെ വന്ന് പറഞ്ഞാൽ അവർ തെറ്റിപ്പോയി കൂടാന്നില്ല. ദൈവത്തിന് മാത്രമേ ഉള്ളൂ അനന്യത, ഇറ്റേണിറ്റി, നിത്യത, ഇമ്മ്യൂട്ടബിലിറ്റി, മാറ്റം വരാത്തവൻ എന്ന ടൈറ്റിൽ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്, അതായത് മാറ്റം വരാത്തവൻ എന്നുള്ളൊരു ടൈറ്റിലില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സുവിശേഷവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, എന്തുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ്. യേശുക്രിസ്തു ഒരു സൃഷ്ടിയായിരുന്നുവെങ്കിൽ അവനെ നമുക്ക് വിട്ടുതരുന്നതിലൂടെ ദൈവം തൻ്റെ സ്നേഹത്തെ കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാളെ വിട്ട് കളഞ്ഞാൽ അടുത്തവനെ സൃഷ്ടിക്കാം. കാരണം ദൈവത്തിനൊരു നഷ്ടവുമില്ല. എന്നാൽ നമ്മെ രക്ഷിക്കാൻ ദൈവം തൻ്റെ ജീവനെ തന്നെ വെച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അത് അവൻ്റെ ജീവൻ തന്നെയാണ് അവൻ അവിടെ വെച്ചത്. ഒരു സൃഷ്ടിയെ വിട്ടുകൊടുക്കാനാണെങ്കിൽ നിസ്സാരമാണ് ദൈവത്തിന്. കാരണം വേറൊരു സൃഷ്ടി ഉണ്ടാക്കിയാൽ മതി, ഇതുപോലെ തന്നെ വേറൊരാളെ. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയല്ല. അവൻ്റെ തന്നെ തേജസ്സിൻ്റെ പ്രഭയും അവൻ്റെ തത്വത്തിൻ്റെ മുദ്രയും അവൻ്റെ മഹത്വം സകലതും ദേഹരൂപത്തിൽ വസിക്കുന്നവനുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം, എന്തുകൊണ്ട് മനുഷ്യൻ? ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ദൈവം എന്താണ് ഈ രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഓക്കെ, അതിനു മുമ്പ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് 5-ാം അധ്യായത്തിൽ 48-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ അത്? അല്ലേ? വളരെ എളുപ്പമല്ലേ? ആണോ? ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ. അപ്പം നമ്മുടെ പിതാവ് ആരാ? ദൈവം അല്ലേ? പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നമ്മളും സൽഗുണപൂർണരാവുക. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നടക്കും തോന്നുന്നുണ്ടോ? എന്താ മിണ്ടാത്ത? നടക്കുമോ? എഫേസ്യ ലേഖനം 3:19 വായിച്ച്. എഫേസ്യ ലേഖനം 3:19. അടുത്ത വാക്യം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണം. ആരുടെ നിറവിനാൽ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനാൽ. അടുത്ത വാക്യം വായിച്ചേ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന ചോദിക്കുന്നത് എന്താ? ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിൽ അത്യന്തം പരമായി ദൈവം ചെയ്യും. എന്താ ചോദിക്കുന്നത്?
ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗമാണ്, കർത്താവേ, ദൈവത്തിൻ്റെ എല്ലാ നിറവും എന്നിൽ നിറഞ്ഞു വരണമേ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങനെ? ഈ ദൈവത്തിൻ്റെ എല്ലാ നിറവും എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ചില കാര്യങ്ങൾ ദൈവം ആരോടും പങ്കുവെക്കുന്നില്ല. എന്താണോ ദൈവം നമ്മളോട് പങ്കുവെക്കാത്തത്, ആ കാര്യങ്ങൾ ഈ 3.5 വർഷക്കാലം യേശു ക്രിസ്തുവും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു നമ്മളോട് എന്തു പങ്കുവെക്കുമോ അതുമാത്രമാണ് യേശു ക്രിസ്തു 3.5 വർഷവും ശുശ്രൂഷ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തരം ഗുണങ്ങളാണ് ദൈവത്തിനുള്ളത്. ഒന്ന്, അവൻ ആർക്കും വിട്ടുകൊടുക്കാത്ത ഗുണം, ആരോടും പങ്കുവെക്കാത്ത ചില ഗുണങ്ങൾ ദൈവത്തിനുണ്ട്. അതിലൊരു പ്രധാന കാര്യം ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ആണ്. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ദൈവം ആരെയും ആശ്രയിക്കുന്നില്ല. അവന് നമ്മുടെ പൈസ വേണ്ട, കേട്ടോ. അവന് നിങ്ങളുടെ പൈസ വേണ്ട. അവന് ആഹാരം കൊടുക്കണ്ട, അവന് പൂജാകർമ്മങ്ങൾ ചെയ്യണ്ട, അവന് കുർബാന അർപ്പിക്കണ്ട, അവന് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. കാരണം അവൻ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ ജനം മുഴുവനും ഈ ലോകത്തില്ലെങ്കിൽ പോലും ദൈവത്തിനൊരു കുറവും ഉണ്ടാവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹീ ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഹിസ് ക്രിയേഷൻ. അവൻ്റെ സൃഷ്ടിയിൽ നിന്ന് അവൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. നമ്മൾ ഒരിക്കലും സ്വതന്ത്രരാകുന്നില്ല. നമുക്ക് ദൈവമില്ലാതെ ജീവിക്കാനോ ശ്വാസം വിടാനോ സാധിക്കില്ല. നമുക്ക് ദൈവമില്ലാതെ രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല. നമുക്ക് ദൈവമില്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഒരിക്കലും ഉണ്ടാകില്ല. നമുക്ക് ദൈവത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ്റെ ഇൻഡിപെൻഡൻസ് അവൻ ഒരിക്കലും നമുക്ക് പങ്കുവെക്കുന്നില്ല. പങ്കുവെക്കാത്ത വേറൊരു കാര്യമാണ് അവൻ്റെ ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അവന് ഒരിക്കലും മാറ്റം വരാത്തവനായ ദൈവമാണ്. ആ മാറ്റം വരാത്ത അവസ്ഥ നമുക്കില്ല. നമ്മുടെ താടി നരയ്ക്കും, തലമുടി നരയ്ക്കും, നമ്മൾ വളഞ്ഞു വളഞ്ഞു വരും, അവസാനം ചത്തും പോവും. നമ്മുടെ ബോഡി മാറിക്കൊണ്ടേയിരിക്കും. അത് സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്വഭാവവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് ഇമ്മ്യൂട്ടബിലിറ്റി. അവൻ ഏത് ഫോം വേണമെങ്കിലും എടുക്കാം. അവന് മനുഷ്യനായി വരണമെങ്കിൽ മനുഷ്യനായി വരാം. പക്ഷേ ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ അവൻ്റെ എസെൻഷ്യൽ നേച്ചർ, ഗോഡ്സ് നേച്ചർ, ദൈവത്തിൻ്റെ പ്രകൃതം ഒരിക്കലും മാറുകയില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. ഗോഡ് വിൽ ഓൾവേസ് ബി ഗോഡ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട തീമാണ് യേശു ക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളൊരു വിഷയം. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നത് കൊണ്ട് ഒരു കാരണവശാലും അത് സാധിക്കില്ല. കാരണം ദൈവമായിരിക്കെ ഒരിക്കലും പാപവും ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മനുഷ്യന് വേണേൽ പാപം ചെയ്യാതിരിക്കാം, നമ്മൾ നമ്മുടെ നിത്യതയിൽ പാപം ചെയ്യാതിരിക്കും. പക്ഷേ ദൈവത്തിന് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, ഈ ദൈവത്വം നമ്മൾ അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമല്ല, അവൻ നമ്മളിലേക്ക് പകരുന്ന ഗുണങ്ങൾ, സ്നേഹം, കരുണ, വിശ്വസ്തത, അല്ലേ, ഇതെല്ലാത്തിൻ്റെ ഒരു പങ്ക് ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അത് നൽകാൻ ദൈവം തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് യേശു കർത്താവ് നമുക്ക് പകരുന്നത് എന്നുള്ള കാര്യം. 17-ാം അധ്യായം 21-ാം വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന മഹത്വം നമ്മൾ 5-ാം വാക്യത്തിൽ രാവിലെ എന്താ വായിച്ചത്? 5-ാം വാക്യം വായിച്ച 17-ന്റെ 5. ലോകമുണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ലോകമുണ്ടാകുന്നതിന് മുമ്പ് യേശുവിനുണ്ടായിരുന്ന മഹത്വം, ഒരു മഹാപുരോഹിതനായി അവൻ നമുക്ക് പകരക്കാരനായി സൃഷ്ടികളിൽ ആദ്യജാതനായി അവൻ മാറുമ്പോൾ അവന് ദൈവം കൊടുത്ത മഹത്വം രണ്ടും വ്യത്യാസമുണ്ട്. ഏത് മഹത്വമാണ് അവൻ നമുക്ക് തന്നത്? ഏത് മഹത്വം? ദൈവം എന്ത് മഹത്വമാണോ ഈ ഭൂമിയിൽ അവന് കൊടുത്തത്, ആ മഹത്വത്തെ അവൻ നമുക്ക് നൽകി. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ വിശദമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ലിങ്ക് ചെയ്ത് പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ എവിടെയാണ് നിങ്ങൾക്ക് പക്ഷേ കണക്ഷൻ ഇല്ലാതെ പോകാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ വന്ന ആ മഹത്വം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. 14-ാം വാക്യം വായിച്ച്, വചനം അല്ല, യോഹന്നാൻ 1:14. ആ മഹത്വം എന്താ? വചനം ജഡമായി തീർന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഓക്കെ, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു. ആൻഡ് മെയ്ഡ് ഹിസ് ഡ്വെല്ലിംഗ് എമംഗ് അസ്, അല്ലെങ്കിൽ ഡ്വെൽറ്റ് എമംഗ് അസ്, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി, അല്ലെങ്കിൽ വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ കണ്ടു. ദ ഗ്ലോറി ആസ് ഓഫ് ദി ഓൺലി ബിഗോട്ടൺ ഓഫ് ദ ഫാദർ, പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. അപ്പം പിതാവിൽ നിന്ന് ജനിച്ച, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുത്രന് ലഭിക്കേണ്ട തേജസ് ഇവിടെ ഇവർ കണ്ടു. എങ്ങനെ കണ്ടു? എങ്ങനെയാണ് കണ്ടത്? പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് എങ്ങനെയാണ് കണ്ടത്? യെശയ്യാവ് എങ്ങനെയാണ് കണ്ടത്? യെശയ്യാവ് കണ്ട തേജസ് ഭയങ്കരമായിരുന്നു. യെശയ്യാവിൻ്റെ മുമ്പിൽ യെശയ്യാവ് കാണുന്ന തേജസ്, ക്രിസ്തുവിൻ്റെ തേജസ്, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൂതന്മാർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, അവർ ഒരുത്തൻ വേറൊരുത്തനോട്, ദൈവത്തിൻ്റെ കണ്ണിലോട്ട് നോക്കുന്നില്ല, ക്രിസ്തുവിനെ നോക്കുന്നില്ല. ആ തേജസ് അങ്ങനെയാണ്. അവർ വേറൊരുത്തനോട് പറയുക, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നോക്കരുത്, നിന്റെ പാദം മൂടിക്കോ, നീ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകരുത്, അവൻ്റെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് കഴിയില്ല, പറഞ്ഞോ, പാദം മൂടി വെച്ചുകൊണ്ട് പറഞ്ഞോ, കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞോ, ഒരുത്തനോട് പറഞ്ഞോ, അവൻ്റെ മുഖത്ത് നോക്കരുത്. അടുത്തു കൂടാത്ത പരിശുദ്ധിയാണ് അവിടെ കാണുന്നത്. അടുത്തു കൂടാത്ത പരിശുദ്ധി, ദൂതന്മാർ വിറയ്ക്കുന്ന പരിശുദ്ധി, ദൂതന്മാർക്ക് മുഖത്ത് നോക്കാൻ പറ്റാതെ കണ്ണു മൂടേണ്ടി വരുന്ന പരിശുദ്ധിയാണ് അവിടെ കർത്താവിനെ കാണുന്നത്. പക്ഷെ ഇവരെങ്ങനെ കാണുന്നതെന്നറിയോ? ഈ ശിഷ്യന്മാർ എങ്ങനെയാണ് കാണുന്നത്? കൃപയും സത്യവുമായിട്ടാണ് കാണുന്നത്. അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി, ദ ഗ്ലോറി ആസ് ഓഫ് ദ ഓൺലി ബിഗോട്ടൺ ഓഫ് ദ ഫാദർ, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ഞങ്ങൾ കണ്ടത് എങ്ങനെയാണ്? മുഴുവൻ കൃപയായിട്ടാണ് കണ്ടത്. ഈ കൃപ എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്ന അൺമെറിറ്റഡ് ഫേവർ എന്നാണ്. അൺമെറിറ്റഡ് ഫേവർ ആണ് കൃപ. പക്ഷേ ഈ വാക്യത്തിൽ അതിൻ്റെ അർത്ഥം അതല്ല. ഈ വാക്യത്തിലെ കൃപയുടെ അർത്ഥം യേശുവിൽ നിറഞ്ഞിരുന്ന ഒരു തേജസ്സായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കൃപ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ഡിക്ഷണറി അർത്ഥം എന്താ പറയാം? അവൻ്റെ പാട്ട് എന്തൊരു കൃപയാണ് എന്ന് പറഞ്ഞതർത്ഥം. അവൻ്റെ പാട്ട് കേൾക്കാൻ അർഹിക്കാത്ത ദാനമാണ്. അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല. അല്ല, നല്ല കൃപയാട്ടോ ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര അർഹിക്കാത്ത ദാനം കേട്ടോ എന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല. യേശുക്രിസ്തുവിലെ കൃപ അങ്ങ് നിറഞ്ഞു നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൽ അർഹിക്കാത്ത ദാനങ്ങളെല്ലാം കൂടെ അങ്ങ് നിറഞ്ഞ് ആണോ? അപ്പോൾ കൃപ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അതല്ല. അതിന് ഇംഗ്ലീഷിലുള്ള എന്താണെന്നറിയാമോ വാക്ക്? ഗ്രേസ്. എന്തൊരു ഗ്രേസാ എന്ന് പറഞ്ഞെന്താ? ഇപ്പം മനസ്സിലായില്ല അർത്ഥം? ആളെ നോക്കി എന്തൊരു ഗ്രേസാ എന്ന് പറഞ്ഞെന്താ? തേജസ്സെന്ന. ശരിക്കും അവിടുത്തെ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മനോഹരമായതെന്ന. അത് ഒരു മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ പറ്റാത്ത മനോഹാരിതയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അത് ശിഷ്യന്മാരുടെ കണ്ണിന് മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ കണ്ടാൽ ഇവൻ ആളല്ലെന്ന് തോന്നുമാറായിരുന്നു. പക്ഷേ പിതാവ് ആകർഷിക്കുന്നവരെ ഓടി അടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ കൃപയെന്ന് പറയുന്നത് ഭയങ്കര തേജസ്സായിരുന്നു. ഇത് പിതാവ് കണ്ണു തുറന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്വർഗീയ മനോഹാരിത യേശുവിനുണ്ടായിരുന്നു. ആ മനോഹാരിത കണ്ടവരാരും പിന്നെ അവനെ വിട്ടു പോയിട്ടില്ല. നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി ഒളിക്കും. പാട്ട് അല്ലേ? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ജീസസ് ഈസ് സോ ബ്യൂട്ടിഫുൾ ടു എ ബിലീവർ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുത്തനും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല. ലോകം നോക്കി കഴിയുമ്പം ഹീസ് ആൻ ഓർഡിനറി മാൻ. എന്നെപ്പോലെ തന്നെയുള്ള ഒരാളാണ് അല്ലേ? പത്രോസിനെ പോലെയും യോഹന്നാനെ പോലെയുള്ള ആൾ. യേശുവിനെ പിടിക്കാൻ യെരുശലേമിൽ അവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഒരു സംശയം, ഇവനെ എങ്ങനെ പിടിക്കുന്നുള്ളതായിരുന്നു. നമ്മുടെ ചർച്ച വന്നു കഴിഞ്ഞാൽ പാസ്റ്ററെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ യേശുവിനെ അടുത്ത് കണ്ട് ഇത് ഏതാ പാസ്റ്റർ ഏതാ വിശ്വാസി എന്നൊരു പിടിയും കിട്ടില്ല. എല്ലാം ഒരുപോലെ ആയിരുന്നു. യേശുവിനെയും മറ്റ് ശിഷ്യന്മാരെയും മാറിപ്പോയായിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. യേശുവിനെ പിടിക്കേണ്ടതിന് പകരം പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ആകെ കുളമായതിനെ. പുള്ളി നാട് നീളെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തേനെ. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു ഇവനെ എങ്ങനെ മനസ്സിലാവും? അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു ഒരു പണി പറ്റിക്കുക, അവൻ്റെ ഒരു ശിഷ്യനെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെ പോകാൻ പേടിയാണ്, നാട്ടുകാർ ചിലപ്പം
ഉപദ്രവിക്കും. കാരണം 4-5 ദിവസമായിട്ടുള്ളൂ അവൻ ആലയത്തിൽ പ്രവേശിച്ച് ഓശാന ഓശാന എന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ അവൻ്റെ പിന്നാലെ പോയിട്ട്. അപ്പോൾ ഈ ജനങ്ങളെല്ലാം അന്ന് പിന്നാലെ പോകുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ ഇത്രയും ഞങ്ങൾ സപ്പോർട്ടുണ്ടല്ലോ, ഇവനിപ്പോൾ രാജ്യം പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷെ അവൻ അവിടെ ചെന്നിട്ട് ആലയത്തിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിറക്കി വിട്ടിട്ടിങ്ങ് പോന്നു. സീസറിനെതിരെ ഒന്നും മിണ്ടിയില്ല, റോമാക്കാരുടെ എതിരെ ഒന്നും മിണ്ടിയില്ല. അപ്പം ജനങ്ങൾ വിചാരിക്കുന്നത് എന്നറിയോ, ഇവൻ്റെ പുറകെ നടന്നാൽ വേറെ രാജ്യം കിട്ടുന്ന ആൾക്കാർ വിചാരിക്കും ഇവൻ രാജ്യദ്രോഹിയാണ്, നമ്മളെല്ലാം ചാവും, അതിനേക്കാളും പേര് ഇവൻ്റെ അടുത്തങ്ങ് മാറിയേക്കാം. കാരണം ഇവൻ എന്തായാലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. അപ്പം ഇത് ജനങ്ങളുടെ പൊതുവായ സൈക്കോളജിയിൽ അങ്ങനെയാണ് പോകുന്നത്. കാരണം യേശുക്രിസ്തു ഓശാന ദിവസം, അതായത് അവനെ ഓശാന പാടി യെരുശലേമിലേക്ക് സ്വീകരിക്കുന്ന കഴുതപ്പുറത്ത് വന്ന ആ ദിവസം അവൻ രാജത്വം അസ്യൂം ചെയ്ത് ഞാൻ നിങ്ങളുടെ രാജാവാണ്, നിങ്ങൾ എൻ്റെ കൂടെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീരന്മാരെ യഹൂദന്മാർ മുഴുവൻ അവന് വേണ്ടി യുദ്ധം ചെയ്തേനെ. പക്ഷെ അവൻ അവിടെ ചെന്നിട്ട് നേരെ ആലയത്തെക്കുറിച്ചുള്ള എരിവിനെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ ഈ രാജ്യം എന്ന് പറയുന്നുമുണ്ട്, ഇവൻ്റെ പുറകെ നടന്നാൽ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കും, നമ്മുടെ എല്ലാം ജീവൻ അവതാളത്തിലാവും, അതുകൊണ്ട് ഇവൻ്റെ കൂടെ നടക്കുന്ന ഉചിതമല്ല എന്നവർ തീരുമാനിച്ച് കാണാനാണ് സാധ്യത. അപ്പോൾ ഈ ജനങ്ങളുടെ സൈക്കോളജി എന്താണെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ഇവർ പോയില്ല, ഇവർ പകരം യൂദാ ഇസ്കരിയോത്തെ വിട്ടു. യൂദാ ഇസ്കരിയോത്തെ പറഞ്ഞു, കണ്ട എല്ലാം ഒരുപോലെ ഇരിക്കും, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് ഉമ്മ വയ്ക്കുമ്പം അപ്പം നിനക്ക് മനസ്സിലാവും ഇതായതാണ് യേശു ക്രിസ്തു. കാരണം അതല്ലാതെ ഇവനെ കണ്ടുപിടിക്കാൻ വേറൊരു മാർഗ്ഗം ഈ പട്ടാളക്കാർക്കുണ്ടായിരുന്നില്ല. യഹൂദന്മാരാണെങ്കിൽ അത്ര അടുത്ത് വരാൻ ധൈര്യപ്പെട്ടുമില്ല. അടുത്തടുത്ത് വന്നു, പക്ഷേ ഈ കൊണ്ട് പിടിച്ചു കൊടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. ഇവരുടെ എന്തെല്ലാം ഉണ്ടെന്നൊന്നും അവർക്ക് അറിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് യേശു ഒരു സാധാരണ മനുഷ്യൻ ആളുകൾ നോക്കുമ്പം ഹി ഹാസ് നോ ഡിഫറൻസ്. അവന് ഒരു ഗ്ലോറിയുമില്ല. മാനുഷികമായി നോക്കിയാൽ, ലോകപരമായി നോക്കിയാൽ ലോകത്തിൻ്റെതായ യാതൊരു മഹത്വവുമില്ല. അവൻ ജനിച്ചതും വളർന്നതും എല്ലാം വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ്. അവൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, തല ചായ്ക്കാൻ ഇടമില്ലായിരുന്നു. അവനൊരു തച്ചൻ്റെ മകനായി ജനിച്ചു, തച്ചൻ പണി ചെയ്തു, ആ കാർപ്പൻട്രി വർക്ക് ചെയ്തു, മുക്കുവരുടെ കൂടെ നടന്നു, തല ചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അവന്. പക്ഷേ പിതാവ് ആകർഷിക്കുന്ന ആൾക്കാർ നോക്കുമ്പം ഒരു ഭയങ്കര കൃപ. അത് ഞങ്ങൾ കണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഞങ്ങളുടെ അകക്കണ്ണ്, ശിഷ്യന്മാരുടെ കണ്ണ് പിതാവ് തുറന്നു തന്നപ്പം ഞങ്ങൾ അവനെ നോക്കിയപ്പോൾ അവനെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു തേജസ്. പാപിയായ സ്ത്രീ അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ അവൻ്റെ കാൽക്കൽ വീണ കെട്ടിപ്പിടിക്കാനുള്ളൊരു തേജസ്, ആ ഒരു ആകർഷകത്വമാണ് അവിടെ കൃപ എന്ന് പറയുന്നത്. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. ഇതാ കർത്താവ് പറഞ്ഞ്, നീ എനിക്ക് തന്നിട്ടുള്ള തേജസ് ഞാൻ ഇവർക്ക് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപയുടെ മേൽ കൃപ, കൃപയുടെ മേൽ കൃപ. ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറഞ്ഞ് 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 അവസാനം കാഹളനാദം കേൾക്കുമ്പോൾ ഈ കൃപയെല്ലാം സ്വർഗീയ തേജസ്സായിട്ട് രൂപാന്തരപ്പെടും. ആ സ്വർഗീയ തേജസ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് മനോഹാരിത, അതായത് ദൈവത്തിൻ്റെ ആ മനോഹാരിതയാക്കി മാറ്റി. ആ മനോഹാരിത, ആ ബ്യൂട്ടി നമ്മുടെ അകത്തേക്ക് പകർന്നു. എന്നിട്ട് ഇനി ഒരു തേജസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കൃപ സകലത്തിൻ്റെയും ഉയരത്തിലുള്ളൊരു പ്രകാശമായി ജ്വലിക്കുന്നൊരു തേജസ്സായിട്ട് അന്ത്യകാലത്ത് വെളിപ്പെടും. അതുകൊണ്ടാണ് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് അത് ഇന്ന് കൃപയായി നമ്മളിൽ നിറയുന്നു, നാളെ അത് തേജസ്സായി മഹത്വമായി വെളിപ്പെടുന്നു. അപ്പോൾ ആര് തന്നെ നമ്മുടെ കൂടെ ഇറങ്ങി വസിച്ചാലേ ഇത് പറ്റുള്ളൂ. ഉയരത്തിൽ നിന്ന് ദൈവം തന്നെ ഇറങ്ങി വസിച്ചെങ്കിലേ ഇതിങ്ങനെ പകർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പലരും ചിന്തിക്കുന്നത് ഒരു യാഗം മാത്രമാണ് യേശു, പിന്നെ യേശു നമുക്കൊരു നല്ല ഉദാഹരണമാണ്. ഇതെല്ലാം ഒരു പകുതി സത്യം മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോൾ എബ്രായ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ശരിക്കും ഒരു കാര്യം കൊണ്ട് നമ്മൾ നോക്കണം. കൊളോസി ലേഖനത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ രാവിലെ കണ്ട ഒരു വാക്യമാണ്. കൊളോസി ലേഖനം 2:9 വായിക്കാമോ? 2:9. കൊളോസി ലേഖനം 2:9. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരിലാണ്? ക്രിസ്തുവിലാണ്. അപ്പൊ ക്രിസ്തു സമ്പൂർണ്ണ. അടുത്ത വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. അപ്പൊ ഈ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മൾ പരിപൂർണരാണോ? ആണോ അല്ലയോ? നമ്മളുടെ കൽപ്പന എന്തായിരുന്നു? 5:48 മത്തായിയുടെ സുവിശേഷം 5:48 കൽപ്പന എന്തായിരുന്നു? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 9:10 അവനിലല്ലോ
ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ സമ്പൂർണത ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്, അല്ലെ? അവനിൽ നമ്മളുള്ളപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പരിപൂർണരാ. കാരണം നമ്മൾ ആരിൽ മറഞ്ഞിരിക്കുന്നു? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ സാക്ഷ്യം പറഞ്ഞ ഒരു ഡോക്ടറാണ്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ നീതിയുടെ ഡോറിന് പുറകിൽ പേടിച്ച് അരണ്ട് മറഞ്ഞിരിക്കുന്ന ഒരു പാപിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ആരിൽ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി പുള്ളിയെ തന്നെ കണ്ടത് അങ്ങനെയാണ്. എന്ത് സത്യമാണത്, അല്ലേ? ക്രിസ്തുവിൻ്റെ നീതിയുടെ മറവിൽ ഞാനിങ്ങനെ വരണ്ട് വേറൊരു സ്ഥലവും ഇല്ല ഇരിക്കാൻ. ആ ഒരു മറവിലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ സമ്പൂർണ്ണരാണ്. രാവിലെ നമ്മൾ കണ്ട ഒരു കാര്യം, ക്രിസ്തുവിൽ നമ്മെ എപ്പോൾ തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് നമുക്കൊരു നിമിഷം ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷന് വേണ്ടിയാണ്. നമുക്ക് 2 തിമോത്തിയോസ് 1:9 ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 1:9. 2 തിമോത്തിയോസ് 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, സകല കാലത്തിന് മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക്, ക്രിസ്തുയേശുവിൽ ഇൻ ക്രൈസ്റ്റ്, അല്ലേ, നമുക്ക് നൽകിയിരുന്നതാ. എഫേസ്യർ 1:4 വായിച്ചേ. എഫേസ്യർ 1:4. അവൻ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ ഇൻ ക്രൈസ്റ്റ് തിരഞ്ഞെടുത്തു. അപ്പൊ ടൈം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് ചെയ്തെന്നറിയോ? ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. നമ്മളെവിടെ ഉണ്ട്? ക്രിസ്തുവിലുണ്ട്. അപ്പോൾ ആദ്യം ദൈവം എന്ത് ചെയ്തു? ഈ ടൈം ലൈനിലോട്ട് നോക്കിയപ്പോൾ സമയം ഇവിടെ തുടങ്ങി, ഇവിടെ തീർന്നു. ആദം തൊട്ട് ഞാൻ വരെ, ഇനി നിങ്ങളെല്ലാം ഉണ്ട്. ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും, വിശുദ്ധന്മാരെല്ലാം കൂടെ ഇങ്ങനെ പറക്കിയെടുത്ത് ക്രിസ്തുവിലാക്കി. എന്നിട്ട് പറഞ്ഞു ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. അപ്പം നമ്മളെവിടെ ഉണ്ട്? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? സമയം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. ആരാ ക്രിസ്തുവിലുള്ളത്? അവനിൽ വിശ്വസിക്കുന്നവർ. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? അതിലെ നമ്മളിപ്പോൾ വായിച്ചത്, സകല ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, സമയം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്നിട്ടാണ് ലോകം ഉണ്ടാകുന്നത്, എന്നിട്ടാണ് സമയം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബൈബിൾ എവിടെ പോയാലും ഈ പൈസ ഇതിൻ്റെ കൂടെ പോകും. ഇത് ഞാൻ എടുത്തു മാറ്റിയില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വൈകിട്ട് ഈ സമയത്ത് ഇത് മധ്യാകാശത്തിലായിരിക്കും. അത് കഴിഞ്ഞ് കുറേ നേരം കൂടെ കഴിയുമ്പം ഇത് എറണാകുളത്തായിരിക്കും. പിന്നെ കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ റാന്നിക്ക് പോകും. ഇതിങ്ങനെ എവിടെയെല്ലാം ഈ ബൈബിൾ പോവോ അതിനകത്തുനിന്ന് ഈ പൈസയും ഈ 100 രൂപ നോട്ടും അതിലൂടെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ക്രിസ്തു എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം നമ്മളും ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ ഇത്തിരി മുമ്പ് ഇത് മനസ്സിലാക്കണം, ഇതും കൂടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അപ്പോൾ ഇത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു പൊസിഷനാണ്. ഇൻ ക്രൈസ്റ്റ്, മനസ്സിലാവുന്നുണ്ടോ? ഇൻ ക്രൈസ്റ്റ്. ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ആരാന്ന കൊളോസ്യർ 2:9-10 പറഞ്ഞിരിക്കുന്നത്? അവനിൽ നമ്മൾ സമ്പൂർണ്ണരാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശുക്രിസ്തു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ഒരു വാക്യം കൂടെ വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 1:30. 1 കൊരിന്ത്യർ ലേഖനം 1:30 വായിച്ചു. നാമോ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. അടുത്ത വാക്യം, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഹി ബിക്കെയിം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അത് പൂർണ്ണമായി എന്നല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇൻ ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതിനർത്ഥം ദൈവത്തിൽ, ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും പിതാവ് നോക്കുമ്പോൾ പരിപൂർണരായിട്ടാണ് നമ്മളെ കാണുന്നത്, ക്രിസ്തുവിൽ നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ കയ്യിൽ വല്ലതും നല്ലതുണ്ടോ? ഒന്നുമില്ല. കൽപ്പന എന്തോ? പരിപൂർണരാകണം. ഇനി എഫേസ്യർ ലേഖനത്തിൽ നമ്മളെടുത്ത ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, എഫേസ്യർ 3:16. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഓൾറെഡി പരിപൂർണരാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? 3:16 നോക്കിക്കേ. 3:19-20.
ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേറൊരു പൊസിഷനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ക്രിസ്തുവിൽ ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ പരിപൂർണനാണ്. പക്ഷേ എൻ്റെ അവയവങ്ങളിലേക്ക് അത് വരണമെങ്കിൽ, എൻ്റെ ജീവിതത്തിലേക്ക് അത് വരണമെങ്കിൽ, എൻ്റെ പെരുമാറ്റത്തിലേക്ക് അത് വരണമെങ്കിൽ, എൻ്റെ പ്രവൃത്തികളിലേക്ക് അത് വരണമെങ്കിൽ വേറൊരു മിറക്കിൾ സംഭവിക്കണം. ഞാൻ ക്രിസ്തുവിലായാൽ പോരാ, അവൻ എന്നിലും വരണം. ഇനി 16-17 വായിച്ച് നോക്കി. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ നിറഞ്ഞു വരുന്നത്? ഈ പരിപൂർണനായ ക്രിസ്തു അവൻ എന്ത് ചെയ്തു? എങ്ങനെ പരിപൂർണനായി? എബ്രായ ലേഖനത്തിൽ യേശുവിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പരിപൂർണതയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ അനുസരണം പഠിച്ച്, കഷ്ടം അനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ ആരുണ്ട് അകത്ത്? ഞാനുണ്ട്. അതുകൊണ്ട് അവനിൽ ഞാനും തികഞ്ഞവനായി. പക്ഷെ ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ വെറും പൊട്ടനെ പോലെ ജീവിക്കുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ വിശ്വസിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വരും. 2 പൊസിഷൻ ഉണ്ട്. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ ക്രിസ്തുവിലായത് കൃപയാലാണ്, പക്ഷെ ക്രിസ്തു എന്നിൽ വസിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പം വിശ്വാസത്താൽ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വിയർത്ത് രക്തമൊഴുക്കി ക്രൂശ് വരെ അനുസരണം പഠിച്ച് അവൻ തികച്ച ദൈവീക ഗുണങ്ങൾ അവൻ നമ്മളിൽ വസിക്കുമ്പോൾ അവൻ്റെ ആ ധനത്തിൽ നിന്ന് നമ്മളും ധനവാന്മാരായി മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ പ്രവൃത്തികളാലല്ല വരുന്നത്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് യേശു ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ, ധനമഹത്വം നമ്മുടെ ഉള്ളിൽ പതുക്കെ 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 അവൻ്റെ സ്വഭാവമായി രൂപാന്തരപ്പെട്ടു വരാൻ തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ തുടങ്ങിയ വാക്യം ഒന്നുകൂടെ നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ഇത് വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. 17-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 22-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും അങ്ങോട്ട് പോയത്. 23 നോക്കി. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും. എനിക്ക് കർത്താവ് ഇത് പറയുന്നത് ഓർക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ലിറ്ററലി ഐ ഹാഡ് ടിയേഴ്സ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പോകുന്നത് എങ്ങോട്ടാ? ക്രൂശിലേക്കാണ് അല്ലേ? മരിക്കാൻ, ഭയങ്കര വേദന സഹിച്ച് മരിക്കാൻ വേണ്ടിയാണ് കർത്താവ് പോകുന്നത്. ഈ വേദന സഹിച്ച് മരിക്കാൻ വേണ്ടി കർത്താവ് പോകുമ്പോൾ ഒരു കാര്യം കർത്താവിന് ഉറപ്പാണ്, പിതാവിൻ്റെ സ്നേഹം. നമ്മളൊരു ചെറിയ കഷ്ടം വരുമ്പോഴേക്കും ദൈവം ഉണ്ടോയെന്ന് സംശയിക്കുന്നത്. പക്ഷേ യേശു മരിക്കാൻ പോകുമ്പോൾ അവനൊരു കാര്യം ഉറപ്പുണ്ട്, നീ എന്നെ സ്നേഹിച്ച സ്നേഹം പോലെ ഒന്നുമില്ല. ആ സ്നേഹം ആർക്കും ഉണ്ടാകണം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും. കണ്ടോ? യേശു ആരില്? നമ്മളിൽ. ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകണം. അപ്പം നമ്മൾ എങ്ങനെ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്? നമ്മളങ്ങോട്ട് പ്രശ്നങ്ങളെല്ലാം മറന്നേര് ബ്രദറെ. ഇങ്ങനെയല്ല ഐക്യം ഉണ്ടാകുന്നത്. നമ്മളിൽ കർത്താവ് വസിക്കുമ്പോൾ എല്ലാവരിലും ഒരേ കർത്താവ്, അങ്ങനെ ഐക്യം ഉണ്ടാകുന്നത്. എല്ലാവരിലും ഒരേ ആത്മാവ്, അങ്ങനെ ഐക്യം ഉണ്ടാകുന്നത്. എല്ലാവരിലും ഒരേ വിശ്വാസം, അങ്ങനെ ഐക്യം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം പിതാവ് ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും, തിരിച്ച് നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു ദൈവത്തിലും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട് അവിടെ ഇത് മനസ്സിലാക്കാൻ. ഈ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നും കൂടെ വായിച്ചാൽ മതി. അടുത്ത വാക്യം 24-ാം വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട്. ആ സ്നേഹം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ സമയത്തിന് മുൻപേ, ടൈമിന് മുൻപേ. ടൈം ആദ്യം ഉണ്ടാകുന്നത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിലത് വേണം. ടൈമിന് മുമ്പ് തന്നെ നിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. 22-ാം വാക്യത്തിൽ പറഞ്ഞത് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പം എന്താ പറയുന്നറിയോ? ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചിരുന്നു. അന്ന് ഉണ്ടായിരുന്ന മഹത്വം എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും അതൊന്ന് അനുഭവിക്കാൻ, ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ, എന്തു വലിയ മഹത്വമാണതെന്ന് പറഞ്ഞൊന്ന് തുള്ളിച്ചാടാൻ എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ വേണം എന്നാണ് ആ പ്രാർത്ഥന. മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് കർത്താവിൻ്റെ ഹൃദയം എന്താന്ന്? പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകാൻ.
ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം യേശുവിനെ സ്നേഹിക്കുന്ന സ്നേഹം എന്നിലാകണം എന്ന് പറയുമ്പം എനിക്ക് പലരോട് സ്നേഹമുണ്ട് അല്ലേ? നമുക്ക് സ്നേഹമില്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ? നിങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലേ? ഉണ്ടോ? ഉണ്ടെന്ന് നമുക്ക് തോന്നുക, ശരിക്കും ഇല്ല. കാരണം സ്നേഹം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സാധനമല്ല. നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാകത്തില്ല. ദൈവം യേശുവിനെ സ്നേഹിച്ച സ്നേഹം അത് നമ്മളിൽ വസിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അതെങ്ങനെ വിശദീകരിക്കേണ്ടതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത. സാധാരണഗതിയിൽ ഒരു തുള്ളി വെള്ളം ഈ ഡെസ്കിൽ ഒഴിച്ചാൽ അത് താഴോട്ട് ഒഴുകുള്ളൂ അല്ലേ? ഇത് സ്ലോപ്പ് ഉണ്ട് ഇങ്ങോട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, സ്ലോപ്പ് ഉണ്ട്. പ്രാണനിൽ നിന്ന് വരുന്ന എല്ലാ സ്നേഹവും താഴോട്ട് മാത്രമേ ഒഴുകുള്ളൂ. അതായത് നമ്മുടെ സ്നേഹം റിസീവ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് മാത്രമേ അത് ഒഴുകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ടൺ സ്നേഹം കൊടുത്തിട്ട് 10 ഗ്രാം സ്നേഹം പോലും തിരിച്ചു തരാൻ ഒരാൾക്കില്ലെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ ടാപ്പ് അങ്ങ് ക്ലോസ് ചെയ്യും. കാരണം നമ്മുടെ സ്നേഹത്തിന് അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ യേശുവിൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഗ്രാം പോലും ഇങ്ങോട്ട് തരാനില്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഫ്ലോ അങ്ങ് വർദ്ധിപ്പിക്കും. അവന് ശ്വാസം മുട്ടുന്ന പോലെ ആ സ്നേഹം അവനെ നിറയ്ക്കണം. ഈ സാധനം നമ്മുടെ കയ്യിലില്ല. ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം നമ്മുടെ അടുത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചത്, നീ എനിക്ക് തന്നിരിക്കുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, ക്രൂശിൽ ഒരു സ്നേഹവും കനിവുമില്ലാത്ത ജനം അവനെ ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പം 1 ഗ്രാം സ്നേഹം പോലും ഇങ്ങോട്ടില്ലാത്ത ആ മഹാമരുഭൂമിയിൽ യേശു ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഇവരോടെല്ലാം തോന്നുന്ന ആ സ്നേഹം പിതാവ് ഡിപ്പോസിറ്റ് ചെയ്തതാണ്. ആ സ്നേഹം നമ്മളിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകുന്ന പരിപാടി അല്ല. അതാണ് യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അവിടെ പ്രധാനമായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനാണെങ്കിൽ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടണം. പിന്നെ തട്ടിയും മുട്ടിയും നല്ല ജീവിതം ജീവിച്ച് അങ്ങോട്ട് എത്തണം. ഈ മിനിമത്തിലാണ് മിക്കവാറും ക്രിസ്ത്യാനികളും ഇരിക്കുന്നത്. പക്ഷെ സാൽവേഷൻ എന്ന് പറയുന്ന പരിപാടി അതല്ല. രക്ഷ എന്ന് പറയുന്നത് നാം അവൻ്റെ സ്വന്തമായി മാറി അവൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറുന്നതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഒന്നിനെയും നമ്മൾ രക്ഷ എന്ന് വിളിക്കാൻ പാടില്ല. എൻ്റെ രക്ഷ പൂർത്തിയാകുന്നത് ഞാൻ യേശുവിൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപനായി മാറുമ്പോഴാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതിനെ അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേട് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റൊഴിയും? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു കമ്പാരിസനാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ വഴി പറഞ്ഞു, ദൂതന്മാർ മുഖാന്തരം, ദൈവം അയച്ച ദൂതന്മാർ. ഈ ദൂതന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ ദൂതന്മാർ എന്നുള്ളതിനേക്കാളും ദൂതന്മാർ മുഖാന്തരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂത് കൊടുക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് പഴയ നിയമത്തിലെ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമാണ് പഴയ നിയമം. അങ്ങനെ അത് സ്ഥിരമാണെങ്കിൽ ദൈവം തന്നെ പറഞ്ഞതും ദൈവം തന്നെ അത്ഭുതങ്ങൾ കാണിച്ചും പരിശുദ്ധാത്മാവിനെ നൽകിയും ഉറപ്പിച്ചതുമായ വചനം നമ്മൾ അവഗണിച്ചാൽ എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ സാൽവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായൊരു പോയിന്റ്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്തിനെല്ലാം ആവശ്യമായിരുന്നു? ദൈവിക സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ എല്ലാ നിറവും നമ്മളിലേക്ക് പകർത്തണമെങ്കിൽ നമ്മുടെ രക്ഷകൻ ദൈവമായിരിക്കണം, അല്ലേ? ദൈവമായിരിക്കണം. ഒരു സൃഷ്ടിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവം സ്നേഹമാണെന്ന് പറയണമെങ്കിൽ, നമ്മളെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ എന്തും കൂടെ തെളിയണം? അവൻ്റെ സ്വന്തം ജീവനായ പുത്രനെ, അവൻ്റെ പ്രാണനായ അവൻ്റെ തന്നെ സ്വത്വമായ, അവൻ്റെ തന്നെ പ്രകൃതമായ. ഇപ്പം ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്. 3 പേരെ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തിയതാണ്. ഒരാളാണ് ഞങ്ങളുടെ സ്വന്തം പ്രകൃതം. ആ സ്വന്തം പ്രകൃതത്തിലുള്ള പുത്രൻ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലവ് ഒരുപോലെ ആണെങ്കിലും നേച്ചറിൻ്റെ വ്യത്യാസമുണ്ട്, ആ പ്രകൃതത്തിൻ്റെ വ്യത്യാസം. ഈ പ്രകൃതത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ അതേ പ്രകൃതത്തിലുള്ള മകൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
ജസ്റ്റ് ആസ് ഗോഡ് ഈസ്, ഹി ഹാസ് ദ സെയിം നേച്ചർ എന്നാണ്. അപ്പം ആ ദൈവത്തെ തന്നെ അവൻ നമുക്കായി നൽകുന്നതിലൂടെ, ശത്രുക്കളായി നമുക്ക് നൽകുന്നതിലൂടെ അവൻ്റെ സ്നേഹത്തെ പ്രസിദ്ധമാക്കിയിരിക്കുന്നു. പിന്നെ 3, അവനെ ആരാധനയ്ക്ക് യോഗ്യനായി സകലത്തിൻ്റെയും അധിപതിയായി നിയമിച്ചിരിക്കുന്നു. ഇതെല്ലാം അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മനുഷ്യത്വം എന്തുകൊണ്ട് പ്രധാനമാണ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നമുക്ക് പകരക്കാരനാകണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഒരു മനുഷ്യൻ തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ സ്ഥാനത്ത് ജീവിക്കണമായിരുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കാണ് അത്. നമുക്കത് പിന്നീട് അങ്ങോട്ട് വരാം. പക്ഷേ ഞാനതൊരു എക്സാമ്പിളായിട്ട് അതെന്താണ് യേശുവിൻ്റെ മനുഷ്യത്വം ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ? പടം, ചിത്രം, ഫോട്ടോ. യേശുവിനെ കണ്ട ആരെ പോലെ ഇരിക്കും? ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയാനല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളിരുന്ന് ശ്രദ്ധിച്ചാൽ മതി. റോമൻ കത്തോലിക്കരുടെ യേശുവിനെ കണ്ട ഒരുമാതിരി ഇറ്റാലിയൻകാരുടെ ലുക്ക, നീണ്ട താടി, ഹൈ ചീക്ക് ബോൺസ്, ഒരു പൂച്ച കണ്ണുകൾ, അല്ലേ, നല്ല വെളുത്ത യൂറോപ്യൻ സ്റ്റൈലുള്ള ഹൈറ്റുള്ള, അല്ലേ, തലമുടി നീട്ടിയ ഒരു ഇറ്റാലിയൻ കട്ടാണ്. ഞങ്ങളുടെ പഴയ ഓർത്തഡോക്സുകാരുടെ യേശു ക്രിസ്തുവിനെ നോക്കി ഒരു സിറിയൻ കട്ടാണ്, ഒരു ഒസാമ ബിൻ ലാദൻ ടൈപ്പ് ഒരു കട്ടാണ്, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഞങ്ങൾ ബൈബിൾ കോളേജിലൊക്കെയുള്ള ചില പുസ്തകങ്ങൾക്കകത്ത് ഈ നീഗ്രോയെ പോലെ തലമുടിയൊക്കെ ചുരുണ്ട യേശുവിൻ്റെ പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും യേശുവിന് അവരുടെ ഇഷ്ടം പോലെ വരച്ച് വയ്ക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എങ്ങനെ ഇരുന്നെന്ന് ആർക്കും അറിയാൻ മേല. സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും പാപികൾ ഈ ലോകത്തിലുണ്ടായിരുന്നുകൊണ്ടല്ലേ യേശുവിൻ്റെ ഷേപ്പ് ഏതാ നമുക്ക് മനസ്സിലാകാതെ പോയത്. ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ലോകത്തിൽ പാപിയെങ്കിൽ യേശു ആരുടെ ഷേപ്പിൽ വന്നേനെ? എൻ്റെ ഷേപ്പിൽ വന്നേനെ. എവിടെ പോയി താമസിച്ചേനെ? എൻ്റെ വീട്ടിൽ പോയി താമസിച്ചേനെ. എൻ്റെ അതേ പേരൻസിനെ ഫേസ് ചെയ്തേനെ. എന്നോട് ചീത്ത പറയുന്ന അതേ പേരൻസിൻ്റെ ചീത്ത കേട്ടേനെ. ചുമ്മാ സങ്കല്പിച്ചതാ. എൻ്റെ അതേ ടൈപ്പ് അയൽവക്കക്കാർ, അതേ ടൈപ്പ് കുശുമ്പും കുന്നായ്മയുള്ള ഫ്രണ്ട്സ്, അതേ ടൈപ്പ് സഹോദരങ്ങളെ ഫേസ് ചെയ്തേനെ. പക്ഷെ അവിടെ ഒന്നും ഒരു പാപവും ചെയ്യില്ലായിരുന്നു. നമ്മളിവിടെ എല്ലായിടത്തും പാപവും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ നമ്മളെപ്പോലൊരു പൂർണ്ണ മനുഷ്യൻ ആയി നമ്മൾ ജീവിച്ച അതേ ലൊക്കേഷനിൽ, അതേ പൊസിഷനിൽ, അതായത് ലോകത്തിലുള്ള ഏത് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനും അനുഭവിക്കേണ്ട എല്ലാ ക്രൈസിസും അവൻ അവൻ്റെ ശരീരത്തിൽ വഹിക്കണമെങ്കിൽ അവനൊരു പൂർണ്ണ മനുഷ്യനായി നമുക്ക് പകരം നീതി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാണ് അവൻ്റെ ദൈവത്വം പോലെ തന്നെ അവൻ്റെ മനുഷ്യത്വവും വളരെ പ്രധാനമാണെന്ന് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം. യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ നമ്മൾ വിശ്വസിച്ചെങ്കിലേ ഈ രക്ഷയുടെ കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉപദേശത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഉപദേശങ്ങൾ കേട്ടാൽ പോരാ, ആ കൃത്യം ഉപദേശ രൂപത്തിൽ നമ്മൾ എത്തണം. വി ആർ ഓൾ സിന്നേഴ്സ്, നമ്മളെല്ലാം പാപികളാണ്. ക്രിസ്തു നമുക്ക് പകരക്കാരനാണ്. ഓരോ സമയത്തും അവനെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ സമയത്തും ആ പാപത്തിൽ നിന്ന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒഴുകിപ്പോക്ക്, 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഒഴുകിപ്പോക്കിനെ കുറിച്ച്, അത് ഈ പത്യോപദേശത്തിൽ നിന്നും അപ്പോസ്തലന്മാർ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉപദേശത്തിൽ നിന്നുള്ള ഒഴുകിപ്പോക്കാണ്. അതിലൊരു പ്രധാന ഒഴുകിപ്പോക്കെന്ന് പറയുന്നത്, ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഓക്കെ, അപ്പോൾ കേട്ടത് ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. കാരണം എന്താണ്? ഒഴുകിപ്പോകും. ഇപ്പം എന്താ കേട്ടത്? ഇത്ര നേരം 1-ാം അധ്യായത്തിൽ എന്താ കേട്ടത്? യേശു എങ്ങനെ ദൈവമായിരിക്കുന്നു, മനുഷ്യനായിരിക്കുന്നു. അതിങ്ങനെ ഒരു താളാത്മകമായിട്ട് എബ്രായ ലേഖനം എത്ര മനോഹരമായിട്ട് അത് എഴുതിയിരിക്കുന്നത്. ഒരു വാക്യത്തിൽ അവൻ്റെ ദൈവത്വം, അടുത്ത വാക്യത്തിൽ അവൻ്റെ മനുഷ്യത്വം. ഒരു വാക്യത്തിൽ അവൻ്റെ ദൈവത്വം, അടുത്ത വാക്യത്തിൽ അവൻ്റെ മനുഷ്യത്വം. അതെങ്ങനെ നമ്മുടെ രക്ഷയെ സ്വാധീനിച്ചു. 1-ാം അധ്യായം തീർന്നിട്ട് പറയാണ്, വളരെ ശ്രദ്ധയോടെ ഇത് കരുതിക്കൊള്ളണം. കാരണം ഇതിലൊരു ഉപദേശം അഴിഞ്ഞാൽ നിങ്ങൾ ഒഴുകിപ്പോകുന്നവരായിട്ട് മാറും. അപ്പം പത്യോപദേശത്തിൽ ഒരെണ്ണം നമ്മൾ അഴിച്ചാൽ നമ്മൾ എന്ത് സംഭവിക്കും? ഒഴുകിപ്പോകുന്നവരായിട്ട് മാറും. എങ്ങോട്ടാണ് നമ്മൾ ഒഴുകുന്നതെന്നറിയാമോ? ഒഴുകുന്നത്, സാധാരണ സഭകൾ ഒഴുകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? കുറേ പ്രോഗ്രാമുകളിലേക്കാണ്. ആദ്യമൊക്കെ ജീവനിൽ നടന്നു, പിന്നെ അവസാനം ഞങ്ങൾക്ക് 4 ഉപവാസ പ്രാർത്ഥന ഈ വർഷം നടന്നു. ഒരു പ്രാവശ്യം 21 ദിവസം ഇരുന്നു, വേറെ ദിവസം 40 ദിവസം ഇരുന്നു, പിന്നെ 7 ദിവസം ഇരുന്നു, പിന്നെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, അതിന് ഇന്നാരം വന്ന് ഇത്ര ആൾക്കാർ കൂടി. ഓ, എന്തൊരാശ്വാസം! ആ വർഷം കൃതാർത്ഥനായി. പിന്നെ പള്ളിയുടെ 2-ാം നില പണിതു, 3-ാം നില പണിതു, പിന്നെ അതിനെ ഓഡിറ്റോറിയം പണിതു. ഓ, ഞങ്ങളുടെ പള്ളി ഈ പ്രാവശ്യം ഒരു നല്ല വർഷമായിരുന്നു ബ്രദറെ. കർത്താവിന് പകരം കുറേ പ്രോഗ്രാമുകളും കുറേ കൺസ്ട്രക്ഷൻസുമായി സമാധാനമായി. അതൊരു ഒഴുകിപ്പോക്കാം. എങ്ങോട്ട് ഒഴുകിപ്പോയേക്കുന്നേ? പ്രവൃത്തികൾ, കുറേ നിഷ്ഫല പ്രവൃത്തികളിലേക്ക്. എല്ലാവർക്കും വളരെ സന്തോഷമാവുന്നുണ്ടെന്ന് കേട്ടിട്ടും തോന്നുന്നുണ്ട്. അതൊരു ഒഴുകിപ്പോക്കാണ്.
പിന്നെയുള്ള ഒരു ഒഴുകിപ്പോക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഒഴുകിപ്പോക്ക് നമ്മൾ അറിയല്ലോ കേട്ടോ. പാപം ചെയ്തിട്ടാ പോകുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, അയ്യോ ഞാൻ കള്ളം പറഞ്ഞു, അയ്യോ ഞാൻ മോഷ്ടിച്ചു, അയ്യോ എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. പക്ഷേ ഈ മതത്തിലേക്കുള്ള ഒഴുക്ക് നമുക്ക് മനസ്സിലാവില്ല. അതിങ്ങനെ പതുക്കെ ഒഴുകി എപ്പം നോക്കിയാലും കർത്താവിൻ്റെ പേരൊക്കെ നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് ദൂരോട്ടൊന്നും പോകില്ല നമ്മൾ വിചാരിക്കുകയും ചെയ്യും. കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന് കേട്ടാലും ഒന്നും തോന്നില്ല, പാപം എന്ന് കേട്ടാലും ഒന്നും തോന്നില്ല, അതൊക്കെ എത്ര കേട്ടിരിക്കുന്നു, രക്ഷാന്ന് കേട്ടാലും ഒന്നും തോന്നാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം ഇമോഷണലി വി ഹാവ് റൺ അവേ ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന് കേട്ടാലും ഒരു വികാരമില്ല, കരച്ചിൽ വരത്തില്ല, സ്നേഹം ഉണ്ടാകത്തില്ല. ആദ്യ സ്നേഹം കൈവിട്ടു പോകും. കാരണം നമ്മുടെ പാപബോധത്തെ മറയ്ക്കാൻ എത്ര വലിയ ആവശ്യമാണ് നമുക്ക് ദൈവത്തിന് മുമ്പിലുള്ളത്, നമ്മുടെ പാപത്തെ ജയിക്കാൻ. അത് നമ്മൾ മറന്നു പോകും. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് അനധികൃതമായ ഒരാശ്വാസം നൽകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഒഴുകിപ്പോക്ക് പ്രധാനമായും പരിപാടികളിലേക്കാണ്, പ്രോഗ്രാംസ്. നിങ്ങൾ ഈ PYPയുടെയും YPയുടെയും ഒക്കെ ക്യാമ്പ് ഉണ്ടോ? സിയുടെ കാര്യം ഞാൻ മിണ്ടുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രോഗ്രാമുകളാണ് ഒഴുകിപ്പോയേക്കുന്ന. ഞാൻ പേരും നാടും പറയാതെ ഒരു കാര്യം പറയാം. ഒരു ദിവസം ഒരു ക്യാമ്പിന് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. ഈ ക്യാമ്പിൽ പ്രസംഗിക്കാൻ എന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. 2-3 പേരുണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു. 10 മണിക്ക് ക്യാമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ 5 മണിക്ക് എറണാകുളത്ത് നിന്ന് വഞ്ചിനാട് എക്സ്പ്രസ്സിൽ കയറി. കാരണം ഈ ക്യാമ്പ് കറക്റ്റ് ടൈമിൽ നടക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ 7:08 ആയപ്പോഴേക്കും സ്ഥലത്തെത്തി. അപ്പം നിങ്ങൾക്ക് ഏകദേശം സ്ഥലമൊക്കെ ഊഹിക്കാമായിരിക്കാം. ഊഹിക്കണ്ട അധികം. അവിടെ പോയി ഇരിപ്പാണ്. 8:30 9:30 10:00 11 മണിയായപ്പോഴാണ് സംഗതി തുടങ്ങുന്നത്. 11 മണിയായപ്പോഴേക്കും ഇതിൻ്റെ ലീഡർഷിപ്പ് എല്ലാം സ്റ്റേജിലുണ്ട്. 20 പേരോളം 15 പേരോളം കസേരയിട്ട് ഫ്രണ്ടിൽ പിള്ളേരെ ഭജനം പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്ന. ഈ കസേരയിൽ ഇവരെല്ലാം ഇരുന്ന് അവസാനം ഒരാൾക്ക് ഹാരമണിയിക്കുന്നു. ഹാരമണിക്കാന്ന് പറഞ്ഞാൽ മാലയല്ല, മാലയിടാൻ പാടില്ലല്ലോ, ബൊക്കെ കയ്യിൽ പിടിക്കാൻ, തോളത്തിടാൻ പാടില്ല. അതുപോലെ ഞാൻ ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് വൈകിട്ട് ഫുഡ് കഴിച്ച്, വൈകിട്ടും രാവിലെയും കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം കഴിക്കുന്ന ഒരു ചെറിയൊരു ഡിസിപ്ലിനിങ്ങിന് വേണ്ടി, ഫാസ്റ്റിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഫാസ്റ്റിംഗ് ആണോ? ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, ഞാനൊന്നും കഴിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചെന്നുള്ളൂ കുറച്ച് നാളത്തേക്ക്. അന്നേരം അവർ പറഞ്ഞു, വെള്ളം കുടിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞാൽ, ഫ്രഷ് ജ്യൂസേ, പൈനാപ്പിൾ. അത് തിന്നുന്ന പാപം, പക്ഷേ ജ്യൂസാക്കി കുടിച്ചാൽ കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ മാല ഇടാൻ പാടില്ല, പക്ഷെ ബൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. ബൊക്കെ കൈ പിടിക്കാൻ ചെയ്യാം, മാലയായിട്ട് ഇടരുത് കേട്ടോ, അത് ഭയങ്കര പാപമാണ്. പക്ഷെ കൈ പിടിക്കാം, അതേ സാധനം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ കേൾപ്പാൻ ചെയ്യുള്ളൂ, കേൾക്കുകയും വിധിക്കുകയും ചെയ്തോട്ടെ. ദൈവം ഇതൊന്നും അല്ല നോക്കുന്നത്, അത് വേറൊരു കാര്യം. ഓക്കെ, എനിവേ, ഇവർ ഈ ബൊക്കെ കൊടുക്കലും, ഒരാൾ എത്ര മഹാനാന്ന് മറ്റേയാളും, ഇയാൾ എത്ര മഹാനാന്ന് ആ ആളും പറഞ്ഞ് ഒരു 12:45 ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ പാസ്റ്ററെ, രാവിലെ സമയം ഇത്തിരി കുറവാണ്, ഒരു 15 മിനിറ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് അപ്പം രാവിലത്തെ സെഷൻ 2 വൈപ്പ് ഔട്ടായി പോയി എന്ന് ആലോചിക്കണം, വേറെ ആരും പ്രസംഗിക്കാനും ഇല്ല. അടുത്ത സെഷൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 15 മിനിറ്റ് ഇൻട്രഡക്ഷൻ പറയാൻ അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഇൻട്രഡക്ഷൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ആകെ വചനമല്ലാതെ ഞാൻ ആരാന്ന് പോലും പറഞ്ഞ ഒരു മിനിറ്റ് കളയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനകത്തില്ല. അതുകൊണ്ട് ഈ 15 മിനിറ്റും കൂടെ ചേർത്ത് എനിക്ക് ഉച്ചയ്ക്കത്തെ 1.5 മണിക്കൂറുകൂടെ ചേർത്ത് ഒരു 1.25 മണിക്കൂർ ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷം, അവരുടെ മുഖത്തെ സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ പോലും അവർക്ക് അത്രയും സന്തോഷമുണ്ടായി. ഈ പ്രസംഗമല്ലാതെ വേറൊന്നും മാറ്റാൻ പറ്റില്ല. വർഷിപ്പ് ലീഡേഴ്സ് വന്ന് അവരുടെ ഡം കേൾക്കാതെ ഒരു പരിപാടി അവിടെ നടക്കുകയില്ല. 2, കളി ചിരി ബഹളങ്ങളെല്ലാം അതിന് കറക്റ്റ് ടൈമിൽ നടന്നില്ലേ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കും. ആകെ ആർക്കും പരാതി ഇല്ലാത്തത് ഈ വചനം എടുത്ത് മാറ്റിയാൽ മാത്രം ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, അത് അവർക്കറിയാം. അത് കഴിഞ്ഞ് എനിക്ക് വിഷമം തോന്നിയതൊന്നുമല്ല. ഉച്ചയൂണിന് പിരിയാൻ നേരത്ത് അനൗൺസ് ചെയ്ത ആൾ പറയാം, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോളിലേക്ക് മടങ്ങി വരണം, 4 മണിക്ക് ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് വടംവലി മത്സരം ഉള്ളതാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വചനം പ്രസംഗിക്കാൻ ഞാൻ ഇരിക്കുക, ഇത് പ്രോഗ്രാമുകളുടെ ബഹളത്തിനകത്ത്. എന്നിട്ട് ഞാൻ ബൈബിൾ എടുത്തിട്ട് തുടങ്ങിയത് ഇങ്ങനെയാണ്, നിങ്ങൾക്കിത് വേണോ വേണ്ടോ എന്നൊന്നും എനിക്കറിയാൻ മേല, സത്യമായിട്ടും. എന്നെ വിളിച്ചു, ഞാൻ വന്നു. നിങ്ങളുടെ ഈ സന്തോഷത്തിനിടയിലും പാട്ടും കൂത്തും വടംവലി മത്സരവും അതിനിടയ്ക്ക് ഇങ്ങനൊരു സാധനമായിട്ട് ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തതിൽ വളരെ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു.
ഇനി ഇതിനിടയിൽ വേറെ 1-2 പേര് ചിലപ്പോൾ കാണുമായിരിക്കും. ഇനി അവർ നിരാശപ്പെടണ്ട എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഈ 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല. കാരണം പ്രോഗ്രാമുകളുടെ ബഹളം. ഇന്ന് പിള്ളേരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് പ്രിയ സഹോദരൻ നമ്മൾ നോക്കുന്നത്. ഇവരൊന്ന് കരഞ്ഞ് മാനസാന്തരപ്പെടണമെന്ന് ആർക്കും ആഗ്രഹമില്ല. ഇവർ പറയണം ഈ പ്രാവശ്യത്തെ കൊള്ളാമായിരുന്നു, ക്യാമ്പ് തകർത്തു, അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഒഴുകിപ്പോയിരിക്കുക നമ്മൾ എത്രയോ ദൂരെ, തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ ദൂരേക്ക് നമ്മുടെ പിള്ളേർ ഒഴുകിപ്പോയിരിക്കുക. ഇന്ന് അവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അവർക്ക് മനസ്സിലാവും, പക്ഷേ സുബോധം ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് അവർക്കറിയില്ല. മാനസാന്തരപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതും ഞാൻ പറയാം ഒരു എക്സാമ്പിൾ. ഒരു ചർച്ച ചെന്നപ്പോൾ അവിടുത്തെ പിള്ളേരോട് ഞാൻ സംസാരിക്കായിരുന്നു. അപ്പോൾ അവരുടെയും ചോദിച്ചു, നിങ്ങളുടെ രക്ഷാനുഭവത്തെക്കുറിച്ചൊന്ന് പറയാം, എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? ആകെ വെള്ളത്തിലാവും ഞാനിപ്പോൾ ചോദിച്ചാൽ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഭയിൽ പിള്ളേർ രക്ഷിക്കപ്പെടാത്തൊരു ഇഷ്ടം പോലെയുണ്ട്. പിള്ളേരെന്ന് പറയുമ്പോൾ വലിയൊരു വിചാരിക്കും, ഓ പിള്ളേരെക്കുറിച്ചാണ്. നിങ്ങളും മോശമൊന്നുമില്ല. ഒത്തിരി പേരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ICPF ക്യാമ്പിന് പോയി. എനിക്ക് സന്തോഷമായി. ദൈവം ICPF ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം ചർച്ചിൽ എങ്ങനെ രക്ഷയെക്കുറിച്ചൊന്നും പറയാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി എല്ലാം രക്ഷിക്കപ്പെട്ടവരാണല്ലോ. ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പം പറഞ്ഞു, എന്താ ഒരു അങ്കിൾ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പാവബോധം ഉണ്ടായി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചു. ഓക്കെ, എൻ്റെ അടുത്ത ചോദ്യം, അത്രയും നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. എന്നാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു എന്നോ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയെന്നോ, നിങ്ങൾ നരകത്തെ വിട്ട് സ്വർഗത്തിലേക്കുള്ള അവകാശം പ്രാപിച്ചു എന്നോ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അവരെന്നോട് ചോദിച്ച ചോദ്യം, അങ്ങനെയൊക്കെ ഉണ്ടോ എങ്കിലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും, നിങ്ങൾ തന്നെ വിചാരിച്ചില്ലേ, ഓ അത്രയായല്ലോ, അവർ രക്ഷിക്കപ്പെട്ടവരാണല്ലോ എന്ന്. അല്ലേ? രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വീണ്ടും ജനനം എന്താണെന്ന് ഇന്ന് ആളുകൾക്കറിയില്ല. എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകുന്നത്? എങ്ങനെയാണ് അവൻ്റെ ആത്മാവ് നമ്മളിൽ ഒരു ക്രിയേഷൻ നടത്തുന്നത്? ഒരു പുതിയ സൃഷ്ടി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരു പുതുമനുഷ്യനെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഉരുവാക്കുന്നത്? അറിയത്തില്ല. നമ്മൾ ഒഴുകിപ്പോയിരിക്കുക, സഭയായി പ്രോഗ്രാമുകളിലേക്ക് ഒഴുകിപ്പോയിരിക്കുക. വേറെ ഒന്ന് സ്വയനീതിയിലേക്കുള്ള ഒഴുക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭയങ്കര തൃപ്തിയാണ്. മറ്റുള്ളവരെക്കാൾ നമ്മൾ നല്ലവരാണെന്നുള്ളതിൽ നമ്മൾ ആശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഒഴുകി നമ്മൾ വിശുദ്ധന്മാരുടെ ഓരോരോ ഐലൻഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇനി മൂന്നാമതൊരു വലിയ ഒഴുക്കുണ്ട്. എന്താണെന്നറിയോ? മനുഷ്യരിലേക്ക് ഒഴുകും. നേതാക്കന്മാർ, ലീഡേഴ്സിന് നേരെ ഒഴുകുന്ന ജനം. പ്രിയ സഹോദരങ്ങളെ, ലീഡേഴ്സിന് നേരെ ഒഴുകുന്ന ജനം, ബൈബിൾ ടീച്ചേഴ്സിൻ്റെ ചുറ്റും കൂടുന്ന ജനം. ഇത് അതിനേക്കാൾ അപകടകരമായൊരു കാര്യമാണ്. ഓ ഞങ്ങൾ ആ ടീച്ചറുടെ വചനമാണ് കേൾക്കുന്നത്, എപ്പോഴും ഞാൻ കേൾക്കും കേട്ടോ CD വെച്ച്. ഞാനൊരു ദിവസം ഒരു ചർച്ച ചെന്നപ്പോൾ ഒരു പയ്യനെ കുറിച്ച് അടുത്ത പാസ്റ്റർ പറയാം, ചേസ് പാസ്റ്ററെ, ഈ മോനുണ്ടല്ലോ, ചേസ് പാസ്റ്റർ പ്രസംഗം മാത്രമേ കേൾക്കാറുള്ളൂ, അവൻ്റെ മൊബൈൽ ഫോണിൽ അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു, എല്ലാം അഴിപ്പിച്ച് കളയാൻ പറഞ്ഞു, മാച്ച് കളയാൻ പറഞ്ഞു. കാരണം അവൻ എൻ്റെ പുറകെ വന്നാൽ എന്താ സംഭവിക്കുന്നറിയോ? ഞാൻ യേശുവിനോട് അവനെ ചേർക്കല്ല, അവൻ എന്നോട് ചേർക്കും. യേശുവിനോട് ചേർക്കാത്തവൻ സത്യത്തിൽ ചിതറിക്കുക ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 12:30 പറയുന്നു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാണ്, എന്നോട് ചേർക്കാത്തവൻ സത്യത്തിൽ ചിതറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴുകിപ്പോകുന്നത് ക്രിസ്തു എന്ന ആ ഏക മണവാളന് വിവാഹ നിശ്ചയം കഴിഞ്ഞവരെന്നുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒഴുകി പ്രോഗ്രാമുകളിലേക്കും മനുഷ്യരിലേക്കും നേതാക്കന്മാരിലേക്കും ടീച്ചേഴ്സിലേക്കും അത്ഭുത പ്രവർത്തകരിലേക്കും. ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, ഓ എൻ്റെ ബ്രദറെ, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. റോങ്. എന്തുകൊണ്ട് റോങ് എന്നറിയാം? അങ്ങനെ പ്രാർത്ഥനാപരമുള്ള ആരെയും ദൈവം പുതിയ നിയമത്തിൽ നിയോഗിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ പ്രാർത്ഥനാ വരം എന്നൊരു വരമില്ല. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, രോഗശാന്തി വരമുണ്ട്, ജ്ഞാനത്തിൻ്റെ വരവും പരിജ്ഞാനത്തിൻ്റെ വരവുണ്ട്, സഹായിക്കാനുള്ള വരമുണ്ട്, ശുശ്രൂഷിക്കാനുള്ള വരമുണ്ട്. പ്രാർത്ഥിക്കാൻ വരം ലഭിച്ച ആളുകളൊന്നുമില്ല. അതിന് കാരണം, ഞാൻ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, മോനെ ഇതല്ല ഇതിൻ്റെ റൂട്ട്, 10% നീ കൊണ്ടേ പാസ്റ്ററിന് കൊടുത്തിട്ട് പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറ എന്ന് ദൈവം പറയുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. വിൽ ദാറ്റ് ഹാപ്പൻ? എന്താ വേണ്ടത്? നോ. നമ്മൾ പ്രാർത്ഥനയിൽ നിന്നും ഒഴുകിപ്പോയിരിക്കുന്നു. കാരണം നമുക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിച്ച് കാര്യം നടത്തി തരും. അഭിഷിക്തൻ. എനിക്ക് എൻ്റെ പിതാവിനെ അറിയില്ല, പക്ഷെ അഭിഷിക്തൻ്റെ പ്രാർത്ഥനയിലാണ് എൻ്റെ വിശ്വാസം.
എൻ്റെ മക്കള് അമേരിക്കയിൽ പോകണമെങ്കിൽ, എൻ്റെ മക്കളുടെ ജോലി ശരിയാകണമെങ്കിൽ ക്രിസ്തു അതിൻ്റെ പുറകെ നടക്കുമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അഭിഷിക്തന്മാർ ഇന്ന് പലതും അതിൻ്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനേക്കാളും ഈ അഭിഷിക്തന്മാരെ കൂടുതൽ ഇഷ്ടം. കാരണം അവർക്ക് നമ്മുടെ അതേ സ്വഭാവമാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ട് ഒഴുകിപ്പോക്ക് എങ്ങോട്ടാന്ന്? ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒഴുകിപ്പോയാൽ എത്ര സീരിയസ് ആണത്. നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് തെറ്റി ഒഴിയുന്ന, ഇത്രയും വലിയ സ്നേഹം തന്നിട്ട് ആ കർത്താവിനെ സ്നേഹിക്കാതെ, അവൻ്റെ ജീവൻ തന്നെ നമുക്ക് ഊറ്റി തന്നിട്ട് അവനെ സ്നേഹിക്കാതെ, അവൻ്റെ അടുത്ത് പോയിരിക്കാതെ, അവനിൽ നിന്ന് കേൾക്കാതെ നമ്മൾ മനുഷ്യരിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും പ്രോഗ്രാമുകളിലേക്കും ഒഴുകുമ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഒഴുകിപ്പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത തിയോളജിക്കൽ കാര്യം ഇതാണ്. ഇതും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിക്കുന്ന കാര്യങ്ങളാണ്. എബ്രായ ലേഖനത്തിലെ പ്രധാന തീം അതാണ്. നമ്മൾ ഇന്ന് അതാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. അതിനിടയിൽ പല വിഷയങ്ങൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. 5-ാം വാക്യത്തിൽ പറയുന്നു, നാളെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചായിരിക്കും കാണുന്നത്. 5-ാം വാക്യത്തിൽ പറയുന്നു, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലതും അവൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ ദൂതന്മാരിലും അല്പം താണവനായിരുന്നു. അവൻ അങ്ങനെയായിരുന്നു ആക്കിയിരുന്നത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ദൂതന്മാരെക്കാളും ഉയരത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവന് ദൂതന്മാരുടെ അത്രയും കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ സകലവും അവൻ്റെ കാൽ കീഴിലായിരുന്നു. സകലതും അവൻ്റെ കാൽ കീഴിലായിരുന്നു. പക്ഷേ അവൻ ദൂതന്മാരുടെ പോലെ ഒരു ഹയർ പ്ലെയിനിലല്ല അവൻ ജീവിച്ചിരുന്നത്, അവൻ മണ്ണിൽ തന്നെയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ദൂതന്മാരിലും ഉന്നതനായ ക്രിസ്തുവിൽ ആണ്, ക്രിസ്തുവിനോട് കൂടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നാം ദൂതന്മാരെക്കാളും ഉയർന്നൊരു തലത്തിലേക്കാണ് ഇനി നമ്മുടെ വീണ്ടെടുപ്പിന് ശേഷം നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വീണ്ടെടുക്കപ്പെട്ട നമ്മളെ ആയിരുന്നു ദൈവം സമയത്തിന് മുൻപേ കണ്ടത്. അതുകൊണ്ട് ആദം പാപം ചെയ്യുമെന്ന് ദൈവത്തിന് മുൻപേ അറിയാമായിരുന്നു. വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരുവാണ്. ആദം പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. കാരണം ആദം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മളിപ്പോൾ എവിടെ ആയിരുന്നേനെ? ഏദൻ തോട്ടത്തിൽ തന്നെ നല്ല ഒന്നാന്തരം പഴവും കഴിച്ച്, കാർബൈഡും മറ്റ് പ്രശ്നങ്ങളും മയക്കുമരുന്നൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ പഴം കഴിച്ച്, തുണി വാങ്ങിക്കാൻ വേണ്ട, ഒരു ചിന്തകളും ഇല്ലാതെ ഇങ്ങനെ തുള്ളിക്കളിച്ച് മൃഗങ്ങളുടെ കൂടെ മാൻ്റെ കൂടെയൊക്കെ നടന്നേനെ അല്ലേ? എന്ത് രസമായിരുന്നേനെ അല്ലേ? പക്ഷെ നമ്മളെല്ലാവരും ആദമിൽ തികഞ്ഞവരായി പോയേനെ. പക്ഷെ ദൈവത്തിൻ്റെ ഉദ്ദേശം ആദമിൽ തികഞ്ഞ കുറേ ആൾക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല, ക്രിസ്തുവിൽ തികഞ്ഞ കുറേ ആളുകളെ നിത്യതയിൽ നേടുക എന്നുള്ളതായിരുന്നു. ഈ ആദമിൽ തികഞ്ഞവരും ക്രിസ്തുവിൽ തികഞ്ഞവരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആദമിന് ദൈവത്തിൻ്റെ ശക്തി മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ ബലഹീനത അറിയാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ. ആദമിന് ദൈവത്തിൻ്റെ ശക്തി അറിയാം, സൃഷ്ടിയെക്കുറിച്ച് അറിയാം. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് അറിയാം. എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ബലഹീനത? നിങ്ങൾ ദൈവത്തിൻ്റെ ബലഹീനത കണ്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളോടുള്ള അവൻ്റെ സ്നേഹമാണ് അവൻ്റെ ബലഹീനത. ദൈവം പറയുന്നത് ഈ മനുഷ്യനാണ് എൻ്റെ ബലഹീനത, അവനെ കളയാൻ തോന്നുന്നില്ല, അതാണ് അവൻ്റെ ബലഹീനത. ദൈവത്തിന് നമ്മളൊരു ബലഹീനത അല്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാം അങ്ങോട്ട് തൂത്തു പറക്കി നരകത്തിലിട്ടിട്ട് ദൈവം പറഞ്ഞേനെ പുതിയ കുറേ എണ്ണത്തിനെ ഉണ്ടാക്കാം. അപ്പോൾ ദൂതന്മാർ അവനെ ആരാധിച്ചുകൊണ്ടിരുന്നേനെ. ദൂതന്മാർ പറഞ്ഞേനെ ഈ വൃത്തികെട്ട ഒരെണ്ണത്തിനെ സ്വർഗത്തിൽ കയറ്റാത്ത ദൈവം എത്ര നീതിമാൻ എന്നും പറഞ്ഞ് ആരാധിച്ചേനെ. ദൈവത്തിനൊരു കുറവുണ്ടാവില്ലായിരുന്നു, ആരാധനയ്ക്കും കുറവുണ്ടാവില്ലായിരുന്നു. പക്ഷെ അവൻ തീരുമാനിച്ചു അത് വേണ്ട, എൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലത് ഈ വൃത്തികെട്ടവന്മാരാണ്. ഇവരെ സ്നേഹിക്കുമ്പോഴാണ്, ദൂതന്മാരെ സ്നേഹിച്ച് അത്രയും മനസ്സിലാവില്ല, ചേസിനെ പോലെയുള്ള ഒന്നിനും കൊള്ളാത്തവനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര ഭയങ്കരമാണെന്ന് ആളുകൾ അറിയാം. നമ്മളെപ്പോലുള്ള ആൾക്കാരെ സ്നേഹിക്കുമ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ ഒന്നിനും കൊള്ളാത്ത, നമുക്ക് തിരിച്ചൊരു സഹായം ചെയ്യാൻ പറ്റാത്ത, വെറും വേസ്റ്റായെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ എടുത്തുകൊണ്ടൊന്ന് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം എന്താണെന്ന് വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് അവൻ്റെ സ്നേഹത്തെ മഹത്വത്തിൽ കാണിക്കണമെങ്കിൽ എന്നെ പോലെ നികൃഷ്ടരായ ആളുകളുടെ മേൽ അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തണമായിരുന്നു. ഇപ്പം മനസ്സിലായി നമ്മൾ എങ്ങനെ അകത്തായതെന്ന്?
അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ ഒരു ബലഹീനതയായി കണ്ടു. നമുക്കറിയാം, ഉന്നതരായ ആൾക്കാരെ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്, നമ്മളെപ്പോലെ ബലഹീനരായ ആൾക്കാരെയാണ്. പിശാച് അങ്ങനെയല്ല, പിശാച് വളരെ മിടുക്കന്മാരായ ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? നമുക്കറിയാം. ഇപ്പം എന്നെപ്പോലെ ഒരുത്തനെ തിരഞ്ഞെടുത്തിട്ട് പിശാചിന് വലിയ പണിയൊന്നും നടക്കാനില്ല, എന്നെ നരകത്തിൽ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നല്ല സുന്ദരനോ സുന്ദരിയായ ഒരാളെ കണ്ടുപിടിച്ചാൽ പിശാചിന് ഒരു 10,000 എണ്ണത്തിന് അതിൻ്റെ കൂടെ നരകത്തിൽ കൊണ്ടുപോകാം. മനസ്സിലായോ? ഒരു സുന്ദരിയായ സ്ത്രീയുടെ പുറകെ, അല്ലെങ്കിൽ ഒരു സുന്ദരനായ പുരുഷൻ്റെ പുറകെ എത്രയോ ആൾക്കാർ പോയി നശിക്കുന്നു. ഒരു കഴിവുള്ള, ഒരു എന്താ പറയുന്നത്, സോൾ പവറുള്ള, അധികാരമുള്ള ഒരാളുടെ കൂടെ എത്ര പേരാ ചാവാനും തല്ലാനും പോയി നശിച്ചു പോകുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ളവരുടെ ആരും വരാൻ പോകുന്നില്ല. പിശാചിനും നമ്മളെ വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ആത്മാവിനെ അവനെ നശിപ്പിക്കാം, അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പം നേരെ തിരിച്ചാ. ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു കഴിവും ഇല്ലാത്തവരെയാ. അതുകൊണ്ട് ഈ താലന്ത് പരിശോധന പോലുള്ള പരിപാടികൾ ഉടനെ നിർത്തണമെന്ന് എനിക്കൊരു അഭിപ്രായമുള്ളത്. നിങ്ങൾ എല്ലാ സഭയിലും ഞാനിത് പറയാറുണ്ട്. AG പോകുമ്പോഴും, ചർച്ച് ഓഫ് ഗോഡ് പോകുമ്പോഴും, IPC പോകുമ്പോഴും, നിങ്ങളുടെ താലന്ത് ദൈവത്തിന് ആവശ്യമില്ല. അപ്പം നിങ്ങളിപ്പോൾ പറയും, താലന്തുകളുടെ ഉപമയോ പാസ്റ്ററെ? അത് ജനിച്ചപ്പോഴേ അവരെ ഗർഭപാത്രത്തിൽ നിന്ന് അമ്മയുടെ ജീനുകളിൽ നിന്ന് കൊണ്ടുവന്ന താലന്തല്ല. അവരുടെ യജമാനൻ അവരെ വിനിമയം ചെയ്യാൻ ഏൽപ്പിച്ച താലന്താ. നമ്മൾ ഈ പറയുന്ന താലന്തുകളുണ്ടല്ലോ, അത് മരിച്ചാലേ, ദൈവത്തിന് മുമ്പിൽ മരിച്ചാലേ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കഴിവുകളെ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. പുസ്തകം നോക്കിയും വായിച്ചും പഠിച്ചും, ഗ്രീക്ക്, ഹീബ്രു, എക്സിജിസ്. കർത്താവ് പറഞ്ഞു, എല്ലാം നിർത്തിക്കോളാൻ പറഞ്ഞു. നീ പ്രസംഗിക്കാതിരിക്കാൻ പറഞ്ഞു. 3 വർഷം വാ തുറക്കാൻ സമ്മതിച്ചില്ല. അടങ്ങിയിരുന്നു. പിള്ളേരെ നോക്കി, ടോയ്ലറ്റ് കഴുകി, എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വിസർജനങ്ങൾ ക്ലീൻ ചെയ്തു, അവരെ പരിപാലിച്ചു, വീട്ടിൽ കുത്തിയിരുന്നു. പിള്ളേരെന്ന് പറഞ്ഞാൽ എടുത്തു വളർത്തിയ പിള്ളേർ, സ്വന്തം മോൻ. നമ്മുടെ താലന്തുകളല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ തകർന്ന ഹൃദയമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ വർഷിപ്പ് മുഴുവൻ താലന്തുകളുടെ പ്രദർശനമാണ്. താലന്തുള്ളവർക്ക് ഇന്ന് വർഷിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ പറപറ ശബ്ദമുള്ളവർ, അവർക്കുള്ളതല്ല വർഷിപ്പ്. എന്നോട് ബദേൽ ബൈബിൾ കൂടെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, KJ മാത്സ് സാർ ഒരിക്കൽ പറഞ്ഞ, മോൻ എത്ര വേണേലും പ്രസംഗിച്ചു, ദയവായിട്ട് പാട്ട് മാത്രം പാടിയേക്കരുത്. കാരണം അത്ര മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ദൈവത്തിനിഷ്ടം ഈ മനോഹരമായ ശബ്ദത്തെക്കാൾ നുറുങ്ങിയ ഹൃദയത്തെയാണ്. താലന്തുകളല്ല അവൻ നോക്കുന്നത്. അവിടെ ഇരുന്ന് ഞരങ്ങുന്ന ഒരു ആത്മാവിൻ്റെ തേങ്ങൽ മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ശ്രുതിയും ബഹളവും എല്ലാം പൊട്ടിപ്പൊക്കോട്ടെ, സംഗതി ഒന്നും വരണ്ട. അകത്ത് ഹൃദയത്തിൽ എൻ്റെ കർത്താവേ എന്നൊരു വിളി വന്നാൽ മതി. അതുമാത്രമേ ആരാധനയായി മുകളിലോട്ട് പോവുള്ളൂ. ഇന്നത്തെ പാട്ടുകൾ എഴുതുന്നതെല്ലാം ഉണ്ടല്ലോ, ഈ ക്രിസ്തുവിനെ അകത്ത് അനുഭവിക്കുന്നവരല്ല, കീബോർഡിൽ അനുഭവിക്കുന്നവരാണ് ഈ പാട്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പാട്ടിനൊന്നും ഒരു ദിക്കില്ലാതെ പോകുന്നത്. എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നോ എവിടെ അവസാനിപ്പിച്ചെന്ന് എഴുതിയവർക്ക് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളൊരു പാട്ട് എഴുതിയാൽ അതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അത് സോളിഡ് ദൈവവചനമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ പാട്ടുകൾ പാടുമ്പം ഇന്ന് എന്തെഴുതിയാലും പ്രശ്നമാണ്. കാരണം അന്ന് ഭക്തന്മാരാണ് പാട്ട് എഴുതിക്കൊണ്ടിരുന്നത്, ഇന്ന് വർഷിപ്പ് ലീഡേഴ്സാണ് ഇത് എഴുതുന്നത്. ഇതെല്ലാം ഒഴുകിപ്പോക്കിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടാലൻ്റ് പരിശോധന, നിങ്ങൾക്കറിയാം, ദൈവം താലന്തുകളെയല്ല, നുറുങ്ങിയ ഹൃദയത്തെ നോക്കുന്നതിൻ്റെ എക്സാമ്പിളുണ്ട് ബൈബിളിൽ. പത്രോസിനെയും പൗലോസിനെയും കർത്താവ് ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തു. പൗലോസിനെ പുനരുത്ഥാനത്തിന് ശേഷവും പത്രോസിനെ ജീവിതകാലത്തും. എന്നാൽ പത്രോസിന് ഒരു ജ്ഞാനം ഉണ്ടായിരുന്ന ആളല്ല പത്രോസ്. പൗലോസ് അങ്ങനെയല്ല, പൗലോസ് ഭയങ്കര ജ്ഞാനിയായി. സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ പത്രോസിനെ ഒരു കാരണവശാലും സെന്നിദ്രിയൻ സംഘത്തോടും യഹൂദന്മാരുടെ സുവിശേഷം പറയാൻ വിടുകയല്ല. പൗലോസിനെ വിടുള്ളൂ. കാരണം പൗലോസാണ് ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച് പഴയ നിയമം മുഴുവൻ വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന എക്സ്പേർട്ട്. പൗലോസാണ്. പത്രോസിന് അറിയാൻ വയ്യ. പത്രോസ് എന്ന ഈ സെന്നിദ്രിയൻ സംഘത്തിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുമ്പിലും ഇങ്ങനെ തുറന്നാൽ മതി, ബാക്കി ദൈവം പറഞ്ഞോളൂ. ഇറങ്ങിപ്പോയി കഴിയുമ്പം പത്രോസ് പറയും, എൻ്റെ കർത്താവേ, ഞാനതല്ല എങ്ങനെ പറഞ്ഞു, എനിക്കറിയാൻ മേല, മഹത്വം നിനക്ക്. പൗലോസ് ആയിരുന്നെങ്കിലോ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പുറത്ത് പൗലോസ് വലിയ ജ്ഞാനമൊക്കെ വെച്ചോണ്ട് നേരെ പോകുന്നതാണ് ബർബരന്മാരുടെ ഇടയിൽ, കൊരിന്ത്യൻ സഭയിൽ. അവർക്ക് ഒരൊറ്റ അക്ഷരാഭ്യാസം ഉള്ളവർ പോലും അവിടെ ഇല്ല.
പൗലോസ് ഗമാലിയേൽ അത് ഇതെന്ന് പറഞ്ഞാൽ ഒന്നും ഇവർക്ക് മനസ്സിലാവില്ല. പൗലോസ് പറയാണ്, അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ ബോഷത്വത്താൽ അവൻ ഒത്തിരി സാധനം ഉണ്ട്, പക്ഷെ അവനൊന്നും പറയാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ മഹത്വത്തെ ഏതെല്ലാം പാത്രങ്ങളിൽ കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള നുറുങ്ങിയ പാത്രങ്ങളെയാണ് ദൈവം, ശൂന്യമായ പാത്രങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിറയുന്ന മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയായിരിക്കും, നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ ഒന്നുമില്ല. എന്നാൽ നിത്യതയിൽ അവൻ നോക്കിയപ്പോൾ 8-ാം വാക്യത്തിൽ പറയുന്നത്, നീ അവനെ അധിപതി, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. അതായത് ദൈവം എല്ലാത്തിനെ സൃഷ്ടിച്ചു, ലോകത്തുള്ളതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവനെ നീ അതിന് അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കിയേ, സകലവും അവനെ കീഴാക്കിയതാൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകലതും മനുഷ്യന്റെ കാൽ കീഴിലാകുന്നു. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നില്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം എന്താ? സകലതും മനുഷ്യൻ്റെ കാൽ കീഴിലാകണമെന്നാണ്. പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എന്നോട് ഒരാളൊരിക്കൽ ചോദിച്ചു, ബ്രദറെ, നമ്മൾ ഇതെല്ലാം സൃഷ്ടിയും ദൈവം നമ്മൾ സൃഷ്ടിച്ച് നമുക്ക് തന്നതല്ലേ, നമുക്ക് ഇഷ്ടംപോലെ ഇത് ഉപയോഗിച്ചുകൂടെ ഇവിടുത്തെ സൃഷ്ടിയൊക്കെ? അതിനെന്താ കുഴപ്പം? സമ്പത്തെങ്കിൽ സമ്പത്ത്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പരിസ്ഥിതിയിലല്ല ഉള്ളത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്റ്റോറി അതിനുവേണ്ടി നിങ്ങളോട് പറയാം. ഒരു പട്ടാളക്കാരൻ, ഇന്ത്യൻ പട്ടാളക്കാരനെന്ന് വിചാരിച്ചോ, അദ്ദേഹം ഒരു പാകിസ്ഥാനി പട്ടാളക്കാരനെ യുദ്ധത്തിൽ പിടിച്ചു, തടവുകാരനായിട്ട് പിടിച്ചു. എന്നിട്ട് അവൻ്റെ കമാൻഡറെ ഫോൺ ചെയ്യാണ്, സർ, ഞാൻ പാകിസ്ഥാനിൽ നിന്നൊരു തടവുകാരനെ പിടിച്ചിട്ടുണ്ട്, പട്ടാളക്കാരനെ. അപ്പോൾ ഈ കമാൻഡർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അവനെയും കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വാ. ഇപ്പം പറഞ്ഞു, യെസ് സർ. ഫോൺ വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു, സാർ എന്താടാ? അവൻ എൻ്റെ കൂടെ വരുന്നില്ല സാർ. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അവനെ വിട്ടിട്ട് നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പം പിന്നെയും ഫോൺ വെച്ചു, യെസ് സാർ. 2 മിനിറ്റ് കഴിഞ്ഞ് അവൻ പിന്നെയും വിളിച്ചു, എന്താടാ? സാർ, അവൻ എന്നെ വിടുന്നുമില്ല. ആരെയാണ് പിടിച്ചേക്കുന്നത്? ഇവൻ അവനെയാണോ അവൻ ഇവനെയാണോ? ആരെ പിടിച്ചേക്കുന്നത്? അവൻ ഇവനെയാ. ഇവൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവൻ അവനെ പിടിച്ചേക്കുന്നത് അല്ലേ? നമ്മുടെ ഈ പാപത്തിന്മേലുള്ള വിക്ടറി എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പണം, ബ്രദറെ, എനിക്ക് പണം വലിയ പ്രശ്നമൊന്നുമല്ല ബ്രദർ, ഞാൻ അതിൻ്റെ ഒന്നും അടിമയൊന്നുമല്ല. നമ്മുടെ കയ്യിലെല്ലാം പണം ഉള്ളവരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ബ്രദർ. വല്ലവനൊരു 500 അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയാം വിവരം എങ്ങനെ വരും എന്നുള്ള കാര്യം. അന്നേരം ഇതെല്ലാം മാറും. നമുക്ക് ക്ലെയിം വെച്ച് നോക്കിയാൽ നമ്മൾ എല്ലാത്തിലും ജയിച്ചവരാ, പക്ഷെ ഒന്നിലും ജയിക്കാൻ നമുക്ക് കഴിയത്തുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. മാമോനോട് പോടാ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതോ മാമോൻ എന്ന പണം പറയും നിങ്ങൾ അനുസരിക്കുമോ? മാമോൻ പറയും അമേരിക്കയിലോട്ട് പൊക്കോ, അവിടെ സാലറി കൂടുതൽ, നമ്മളെ എത്രയും പെട്ടെന്ന് അവിടെ ചാടിപ്പോയിരിക്കും. കാരണം ആരാ വിളിച്ചിരിക്കുന്നത്? മാമോൻ. പോകാതിരിക്കാൻ പറ്റുമോ? അതേസമയത്ത് മാമോൻ അവിടെ ഇരുന്നുകൊണ്ട് പറയാം അമേരിക്കയിലെ തീർന്നു, ഇനി നേരെ കേരളത്തിലോട്ട് പൊക്കോ. അപ്പം തന്നെ പ്ലെയിൻ എടുത്ത് കേരളത്തിൽ വരും. കാരണം ഇവന്മാരെവിടെ വിളിച്ചാലും നമ്മൾ പോകും. സുഖം, സൗകര്യം, പണം. എന്നാൽ കർത്താവ് വിളിക്കുന്നിടത്ത് പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പാടാ. എന്നാൽ നമ്മൾ വിളിക്കുന്നിടത്ത് ഇത് വരുവോ ഇല്ല, നമ്മൾ പോകാനോട്ട് പറയത്തുമില്ല. അപ്പോൾ ആർക്കാ അധികാരം? ആരുടെ മേലെ? പണത്തിന് നമ്മുടെ മേലാണോ? നമുക്ക് പണത്തിന്മേലാണോ അധികാരം? സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് പണത്തിന്മേൽ അധികാരം ഉണ്ടെന്നാണെങ്കിലും ഈ വക എല്ലാ സാധനങ്ങളും നമ്മുടെ മേൽ അധികാരം വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇതെല്ലാം ദൈവം നിത്യതയിൽ നമുക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇന്ന് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം നമ്മളെ ഭരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? 9-ാം വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരല്പം താഴ്ച വന്നവനായ യേശു. കണ്ടോ, മനുഷ്യര് ദൂതന്മാരെക്കാളും താഴെയാണ്, അല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓക്കെ, അതുപോലെ മനുഷ്യരിൽ ഒരാളാകാൻ വേണ്ടി എന്ത് ചെയ്തു? ദൂതന്മാരെക്കാളും ഒരല്പം താഴ്ച വന്നവനായിട്ട് ആര് മാറി? യേശു മാറി. താഴ്ന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇത് ഏത് മഹത്വം? ശ്രദ്ധിച്ചു നോക്കി, ഈ മഹത്വം ഏത് മഹത്വം?
ലോകസ്ഥാപനത്തിന് മുമ്പുള്ള മഹത്വമാണോ, അതോ നമുക്ക് പകരം വന്ന് മരിച്ച് നമ്മളിലേക്ക് പകരാനുള്ള മഹത്വത്തെക്കുറിച്ചാണോ പറയുന്നത്? സകലത്തെയും കീഴ്പ്പെടുത്തുന്ന മഹത്വം അതാണോ? ഏത് മഹത്വം ഇത്? ഇപ്പൊ സകലത്തെയും മനുഷ്യനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് ആ കാരണത്താൽ അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇത് ഏത് മഹത്വം? ശ്രദ്ധിച്ചില്ലല്ലേ? നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ വായിച്ച വാക്യം ഓർമ്മയുണ്ടോ? 3-ാം വാക്യം 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. അപ്പൊ അവിടുത്തെ ഇരിപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ദൈവത്വത്തിന്റെ അടിസ്ഥാനത്തിലാ. ഇവിടുത്തെ ബഹുമാനവും മഹത്വം എങ്ങനെ അണിഞ്ഞിരിക്കുന്നതാ? അവൻ മനുഷ്യനായി ദൂതന്മാരിലും താഴ്ച വന്നവനായി ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു മനുഷ്യനായി ജീവിച്ച് മരണത്താൽ അനുസരണത്തെ തികച്ചിട്ട് അവൻ അങ്ങനെ നേടിയ മഹത്വവും ബഹുമാനവും അണിഞ്ഞ് അവിടെ ഇരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയോ? സകലത്തെയും മനുഷ്യനെ കീഴ്പ്പെടുത്തിയതാണ്. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? നമ്മളിലേക്ക് പകരാൻ പറ്റുന്ന ഒരു മഹത്വത്തെ അവൻ നേടിയെടുത്തു. എങ്ങനെ നേടിയെടുത്തു? കഷ്ടം സഹിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഈ വാക്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് 1 minute റിമൈനിങ്, 1 or 2 minutes. ഞാനിതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. അതായത് ഈ സീൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ കാഴ്ച എങ്ങനെയാണ്? നമുക്കെല്ലാം കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആർക്ക്? ദൂതന്മാരിലും അല്പം താഴ്ച വന്നവരായ നമുക്ക് ഇതെല്ലാം കീഴ്പ്പെടുത്തുക. ഏതാ? ദൈവത്തിൻ്റെ കയ്യാൽ മെനഞ്ഞ മറ്റെല്ലാ സാധനങ്ങളെയും. മനുഷ്യൻ സൃഷ്ടിയുടെ ഏറ്റവും മുകളിലുള്ള ആളായതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യാൽ മെനഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളെയും മനുഷ്യന് കീഴ്പ്പെടുത്തണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അതാണ് ദൈവത്തിൻ്റെ വിധി, അതാണ് ദൈവത്തിൻ്റെ തീരുമാനം. അതിനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാലത്ത് ഈ സൃഷ്ടി മുഴുവൻ ആരുടെ കീഴിൽ വരണം? മനുഷ്യൻ്റെ കീഴിൽ വരണം. ഓക്കെ. പക്ഷെ അങ്ങനെ ഇപ്പം കാണുന്നില്ല. ഇപ്പം നേരെ തിരിച്ച് മനുഷ്യനെ ഈ സൃഷ്ടിയിട്ട് ഓടിക്കുന്നതാണ് കാണുന്നത്, അല്ലേ? നേരത്തെ സിംഹങ്ങളോട് ഇങ്ങോട്ട് വാളാന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ ഒരു പാറ്റയെ കണ്ടിട്ട് നാട് നീളെ ഓടുന്നതാണ് കാണുന്നത്. തിരിച്ചാ. എങ്ങനെയായിരുന്നു സത്യത്തിൽ വേണ്ടത്? പാറ്റ നമ്മളെ കൊണ്ട് ഓടണമായിരുന്നു. അത് ഓടിക്കോളും, പക്ഷെ നമ്മൾ ഓടും. അപ്പോൾ ഇതൊന്നും കീഴ്പ്പെടുന്നതായിട്ട് കാണുന്നില്ല. പശു കുത്താൻ വരുന്നു, ഓടിച്ചിട്ട് കുത്തുക, നമ്മൾക്ക് കീഴ്പ്പെടുന്നില്ല. ഇവിടുത്തെ പശു അങ്ങനെ കുത്തത്തില്ല. കേരളത്തിലെ പശു ഓടിച്ചിട്ട് കുത്തുന്നത്, വേറെ ഒരു നാട്ടിലെ പശു അങ്ങനെ കുത്താറില്ല. ഓക്കെ. ഈ സൃഷ്ടി ഒന്നും കീഴ്പ്പെടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ശരിക്കും ദൈവത്തിൻ്റെ വിധി എന്തോ? കീഴ്പ്പെടുത്തണമെന്നാ. എന്തുകൊണ്ടാണ് നമുക്ക് കീഴ്പ്പെടാത്തത്? ഒരു മഹത്വം ഇല്ല. അത് പോയി. പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മഹത്വം അങ്ങ് പോയി. മഹത്വം ഇല്ലാത്തതുകൊണ്ട് സിംഹം നോക്കുമ്പോഴും പാറ്റ നോക്കുമ്പോഴും അപ്പുറത്തിരിക്കുന്ന പൂച്ചയും ഇപ്പുറത്തിരിക്കുന്ന മനുഷ്യനും തമ്മിൽ വലിപ്പത്തിലല്ലാതെ വേറൊരു വ്യത്യാസമില്ല. ഒരു മഹത്വവും ഇവനിൽ കാണാനില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവൻ ദൂതന്മാരിലും താഴ്ച വന്ന മനുഷ്യരിൽ ഒരാളായിട്ട് താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അനുസരണത്താൽ അതാണ് മനുഷ്യത്വം. യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്. ഈ വേദപുസ്തകത്തിൽ മുഴുവൻ, എബ്രായ ലേഖനത്തിൽ മുഴുവൻ നമുക്ക് ദൈവത്വവും മനുഷ്യത്വം ഇങ്ങനെ മാറി മാറി വരുന്ന കാണാൻ പറ്റും. ഓക്കെ. ഇത് ഇവിടെ മനുഷ്യത്വത്തെക്കുറിച്ച്, അത് ഭയങ്കര മനോഹരമായൊരു പിക്ചറാണ് അത്. അവൻ ആ മഹത്വം നമുക്ക് നേടിത്തരണം. അവൻ്റെ ധനം മാത്രമേ അവൻ്റെ ആത്മാവിനോട് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അവൻ എന്തെല്ലാം നേടിയോ അതിൻ്റെ എല്ലാം കൂട്ടവകാശമാണ് നമ്മൾ രക്ഷയിൽ പ്രാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, യേശു ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടം അനുഭവിച്ച് അനുസരണം തികച്ച് മരണം അനുഭവിച്ചു. മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ അവൻ എന്ത് പറ്റി? ആ തികച്ച അനുസരണത്തിൻ്റെ മഹത്വവും മാനവും, വിശുദ്ധിയുടെ, തേജസ്സിൻ്റെ, നീതീകരണത്തിൻ്റെ മഹത്വവും മാനവും അവൻ അണിഞ്ഞു. എന്തിനു വേണ്ടി അത് അണിഞ്ഞത്? അത് നമ്മളിലേക്ക് പകർന്ന് നമ്മളെ ഈ സൃഷ്ടിയുടെ എല്ലാം മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞത്? ഓക്കെ. അത് ഓർക്കുമ്പോൾ അതിൻ്റെ സങ്കടം എന്താണെന്നറിയോ? സകലത്തിനും ലാക്കും കാരണബോധനമായവൻ. ഇവിടെ ഈ ശ്വാസം നമുക്കുണ്ടതിൻ്റെ കാരണം അവനാണ്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ, എഴുന്നേൽക്കുന്നതിൻ്റെ, നടക്കുന്നതിൻ്റെ, ചിന്തിക്കുന്നതിൻ്റെയും കാരണം അവനാണ്. നമ്മൾ ജീവനോടിരിക്കുന്നതിൻ്റെയും ശ്വസിക്കുന്നതിൻ്റെയും കാരണം, ലോകത്തിലുള്ള സകലത്തിൻ്റെയും ലാക്കും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളിലൂടെ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റണം. അത് ശിഷ്യന്മാർ കേൾക്കുന്നുണ്ട് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അർത്ഥം ബേസിക്കലി ഇങ്ങനെയാണ്: കഴിയില്ല എന്നെനിക്കറിയാം, കാരണം ഇവന്മാരെ രക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ മരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. വേണമെങ്കിൽ രക്ഷിക്കേണ്ടാന്ന് തീരുമാനിക്കായിരുന്നു.
പക്ഷെ രക്ഷിക്കണമെന്ന് മുകളിൽ നിന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഇതിന് വേറെ വഴിയില്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന് പറയുമ്പം അതിനർത്ഥം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ കർത്താവ് പിതാവ് മരിക്കാൻ വിടുകയില്ലായിരുന്നു. പക്ഷെ ഒരു നിവൃത്തിയുമില്ല, നമ്മളെ രക്ഷിക്കണം. അതാണ് ദൈവത്തിൻ്റെ ബലഹീനത. വേറൊരു നിവൃത്തിയുമില്ല, വേറൊരു വഴിയുമില്ല. കുഞ്ഞാട് നമുക്കായി അറുക്കപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല. അവൻ്റെ മഹത്വം നമ്മളിലേക്ക് വരാൻ വേറൊരു വഴിയുമില്ല. ഇന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ലോകത്തിൻ്റെ മഹത്വത്തിന് അടിമകളായി ജീവിക്കുമ്പോൾ അവൻ്റെ രക്തം ഇപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അവഗണിക്കരുത്, ഈ വലിയ രക്ഷ അവഗണിക്കരുത്. അവൻ നമുക്കായി കരുതി വച്ചിരിക്കുന്ന മഹത്വം, പ്രിയ സഹോദരങ്ങൾ, അത് ലോകത്തിൻ്റെ മഹത്വം പോലെയല്ല. ലോകത്തിൻ്റെ മഹത്വം നമുക്കറിയാം. ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, 2000 രൂപയുടെ നോട്ടിനാണോ മഹത്വം, 500 രൂപയുടെ നോട്ടിനാണോ മഹത്വം? ഏതിനാ മഹത്വം? 2000 രൂപയുടെ നോട്ടിനാണ്. 2000 രൂപയുടെ നോട്ടിനാണോ 2 ചില്ലിക്കാശിനാണോ മഹത്വം? 2 ചില്ലിക്കാശിനാണോ 2000 രൂപയ്ക്കാണോ മഹത്വം? ആണോ? നമ്മൾ നോക്കുമ്പോൾ 2000 രൂപയ്ക്കാണ്. പക്ഷേ യേശുക്രിസ്തു അവർ വഴിപാടിടുന്ന കണ്ട് നോക്കിയപ്പോൾ 2 ചില്ലിക്കാശിൻ്റെ മഹത്വം ഒരു 10,000 രൂപയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ദൈവം മഹത്വം കാണുന്നത് നമ്മൾ കാണുന്ന വസ്തുക്കൾക്കല്ല. യേശു മഹത്വം കാണുന്നത് എന്തിനാണെന്ന് നമുക്ക് വിവേചിച്ച് തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ വേണം. മനുഷ്യരുടെ അംഗീകാരമല്ല, ധനമല്ല, അതിനിടയിലെല്ലാം യേശു നടക്കുമായിരുന്ന ഒരു ഇടുക്കു വഴിയിലൂടെ ലഭിക്കുന്ന മഹത്വം, അതിൻ്റെ ആനന്ദം, അതിൻ്റെ ദൈവപ്രസാദം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് തുടർച്ചയായി നമ്മോട് സംവാദിച്ചു കൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ കൃപയിലേക്ക് ദൈവം നടത്താൻ വേണ്ടിയാണ് അവൻ്റെ കഷ്ടാനുഭവങ്ങൾ. നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത്. ഹൗ മച്ച് ഹി സഫേർഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വൺ വീക്ക്നെസ്. ഒറ്റ കാര്യം അവൻ തീരുമാനിക്കുകയാണ്, എൻ്റെ സ്നേഹം എത്ര ആഴമുള്ളതാണെന്നറിയാൻ പൗലോസിനെ പോലെ, ചേസിനെ പോലെ, നിങ്ങളെപ്പോലെ, യോഹന്നാനെ പോലെ, ആ ക്രൂശിലെ കള്ളനെ പോലെ ഏറ്റവും പാപികളിൽ പ്രധാനികളെ തിരഞ്ഞെടുത്ത് അവനിൽ ഇത് ഡിപ്പോസിറ്റ് ചെയ്യുമ്പം സാത്താൻ വിചാരിക്കും, എന്ത് സ്നേഹമായത്. ദൂതന്മാർ വിചാരിക്കും, ഷോ ഈ ചേസിനെ കണ്ടല്ലോ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ, ഇവനൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പോലും അറിയത്തില്ലാത്തവൻ. പത്രോസ് 2 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവൻ. ഇവനെയൊക്കെ ദൈവം തിരഞ്ഞെടുത്ത് എന്നാ ചെയ്യാനാ? കുറേ സൈനികരെ പട്ടാളക്കാരെയൊക്കെ പിടിച്ചാൽ കുറച്ച് പേര് യുദ്ധമെങ്കിലും ചെയ്തേനെ. ഇത് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത, യാതൊരു സ്ഥിരതയുമില്ലാത്ത, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ പിടിച്ച്, അങ്ങനെയൊക്കെയാണ് തുടക്കം. പക്ഷേ ഇതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം യേശുക്രിസ്തുവിനെ പോലെ അനുരൂപരായി അതേ തേജസ്സും വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടക്കുന്ന കാണുമ്പോൾ ദൂതന്മാരെല്ലാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൂതന്മാർ എഴുന്നേറ്റ് വന്നിട്ട് ചേസ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും, ഓ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ വന്നിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കൈയടിച്ച് ചില ചർച്ചകളിൽ അങ്ങനെയുണ്ട്. എനിക്ക് അങ്ങോട്ട് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ അത് പറയുന്ന ആരെങ്കിലും കേട്ട ഇനിയെങ്കിലും അത് പണി ചെയ്യില്ലെന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് കൈയടിച്ചൊന്ന് സ്വാഗതം ചെയ്യാം. ആർക്ക് കൈയടിക്കാൻ? പ്രിയ സഹോദരങ്ങൾ, അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൂതന്മാർ നമ്മളെ മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദൂതനും എന്നെ കണ്ട് എഴുന്നേറ്റ് നിൽക്കില്ല, നിങ്ങൾ ആരെയും കണ്ട് എഴുന്നേറ്റ് നിൽക്കില്ല. കാരണം അവന്മാർ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ എന്തോരം ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ഇന്ന് അവിടെ ചെന്ന് നിൽക്കാനുള്ള കാര്യം മുഴുവൻ ഈ കുഞ്ഞാടിൻ്റെ രക്തവും വിയർപ്പും അധ്വാനവും നിലവിളിയും പിതാവിൻ്റെ സന്നിധിയിലുള്ള പക്ഷപാതവും കരച്ചിലുമാണെന്നുള്ള കാര്യം ദൂതന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയും, ഇതുപോലെയുള്ള ഇവന്മാരെ രക്ഷിച്ചുകൊണ്ട് വന്ന കുഞ്ഞാട് എത്ര വലിയവൻ. അതാ പുതിയ നിയമ ആരാധനയുടെ മഹത്വം മുഴുവൻ ആ കുഞ്ഞാടിൻ്റെ യാഗത്തിലാണ്. നമ്മളെ തേജസ്സും മാനവും ഉള്ളവരായി, ക്രിസ്തുവിലുള്ളവരായി, പിതാവിൻ്റെ സന്നിധിയിൽ ക്രിസ്തു നമ്മളിൽ നിറഞ്ഞവരായി പ്രസന്റ് ചെയ്യാൻ വേണ്ടി അവൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ ആ ഒരു വലിയ ഭാരം നിറഞ്ഞ, ആ ഒരു വേദന നിറഞ്ഞ ആ ഒരു പൗരോഹിത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. പെയിൻ ആൻഡ് സഫറിങ് ആൻഡ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. അതെന്തു വേദനയോടെ നമുക്ക് വേണ്ടി അവൻ അർപ്പിച്ചു. നമ്മൾ ലോകത്തേക്ക് നോക്കുമ്പോൾ, ചുറ്റും നോക്കും. കഴിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞാണ്, കർത്താവിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. ഇത്രയും പ്രാണൻ കൊടുത്ത് രക്ഷിച്ചിട്ട് തിരിച്ച് ഒരു മിനിമം സ്നേഹം പോലും സ്നേഹിക്കാൻ പറ്റാത്ത അല്ലേ നമ്മുടെ അവസ്ഥ. വി ലവ് സംതിങ് എൽസ് മോർ ദാൻ ഹിം. ആ ഒരു അവസ്ഥയിൽ ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. ഇൻക്രീസിംഗ്ലി മേ ഗോഡ് ഹെൽപ്പ് us ടു ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. അവനിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ദൈവം നമ്മളെ അവൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്ക്, അവൻ്റെ ക്രൂശിലേക്ക് വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കപ്പെടുവാൻ, അവൻ്റെ മനുഷ്യത്വം, അവൻ എങ്ങനെ മനുഷ്യനായി മാറി. ദൂതന്മാർ നിങ്ങളൊന്ന് ആലോചിക്കണം. ഒറ്റ മിനിറ്റ്. ദൂതന്മാർ എങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നോ? മുഖം പൊത്തി ആരാധിച്ചുകൊണ്ടിരുന്ന കർത്താവ് ദൂതന്മാരിലും താണവനായി വരുന്നത്
ഈ ദൂതന്മാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കർത്താവെ, നമ്മൾ മുഖത്ത് നോക്കാൻ പറ്റാതിരുന്ന ഈ കർത്താവല്ലേ ഈ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരുടെ കൂടെ താഴെ ഇറങ്ങി നിൽക്കുന്നത്? ദൂതന്മാർ വിറയലോട് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ എന്തായി കാണിക്കുന്നത്? നമ്മളെക്കാൾ താണവനായി പോയല്ലോ. അവൻ വിശക്കുന്നവന്, ദാഹിക്കുന്നവന്, ഇതൊന്നും ഇല്ലാതിരുന്ന ഉന്നതങ്ങളിൽ വസിച്ചിരുന്ന ദൈവം തിരിച്ചവനാ മഹത്വത്തിലേക്ക് ഇത്രയും കുഞ്ഞുങ്ങളെയും കൂടെ പ്രവേശിപ്പിക്കുമ്പം ദൂതന്മാർ തുള്ളിച്ചാടി ആരാധിക്കുക. സകല ജനങ്ങളിൽ നിന്നും ദൈവത്തിന് പുരോഹിത വർഗത്തെ ഉണ്ടാക്കാൻ വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന് സകല മഹത്വവും സ്തോത്രവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ രക്ഷയുടെ ആ വലിയ ചിത്രം കർത്താവ്, അങ്ങ് അനുഭവിച്ച ആ വേദനകളുടെ ചിത്രം, അങ്ങ് കൊടുത്ത വിലയുടെ ചിത്രം കർത്താവ് ഞങ്ങളുടെ അന്തരാത്മാവിൽ പതിപ്പിക്കുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങൾ അങ്ങയോടല്ലാതെ വേറെ ഒന്നിനോടും സ്നേഹമില്ലാത്തവരായി കർത്താവ് അങ്ങയെ മാത്രം പ്രതിഷ്ഠിക്കുന്നവർ, അങ്ങയെ മാത്രം സ്നേഹിക്കുന്നവരാക്കി കർത്താവെ ഞങ്ങളെ അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവ്. ഞങ്ങളുടെ ചെവികളെ തുറന്ന് അവിടുന്ന് പറയുന്ന കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. അവിടുത്തെ മഹാപൗരോഹിത്യത്തെ മനസ്സിലാക്കുവാൻ കർത്താവെ, അവിടുന്ന് ദൈവമായിരിക്കെ ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ സകലതും ഞങ്ങൾക്ക് കീഴാക്കുവാൻ ദൂതന്മാരെക്കാളും താഴ്ച വന്നവനായി ആരാധനകളെല്ലാം ഉപേക്ഷിച്ച്, മഹത്വമെല്ലാം ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങി വരുവാൻ കർത്താവ് അവിടുന്ന് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.